ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. കാരണം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായും ആധികാരികമായും പറയുന്നുണ്ട്, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ്. ലോകത്തെ ഏറ്റവും വലിയ അക്രമി ആര് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ലോകത്ത് ഏറ്റവും വലിയ അക്രമി, ഒരുപാട് അക്രമികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അള്ളാഹു ചോദിക്കുന്നു, വമൻ അദ്ലമു, ഏറ്റവും വലിയ അക്രമി ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? മിമ്മൻ മനഅ മസാജിദല്ലാഹ്. പള്ളികളിൽ വന്ന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾ, അവരെക്കാൾ വലിയ അക്രമിയുണ്ടോ? എന്താണ് പള്ളിയിൽ വന്ന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്? ആ പവിത്രമായ പള്ളികളിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിന്, അള്ളാഹുവിന് നമസ്കാരം നിർവഹിക്കുന്നതിന്, ജുമാ നിർവഹിക്കുന്നതിന്, ഖുർആൻ പാരായണം നടത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നവരെക്കാൾ ഏറ്റവും വലിയ അക്രമികൾ ആരുണ്ട്? മാത്രമല്ല, അതിന് തടസ്സം സൃഷ്ടിച്ച് പള്ളി പൂട്ടിയിട്ട് തുടർന്ന് വസാഫി ഖറാബിഹ, അത് തകർന്നു പോകാൻ ഇടയാക്കുന്ന ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. സത്യത്തിൽ ഇതാണല്ലോ പൂട്ടിയിട്ട പള്ളികളുടെ അവസ്ഥാവിശേഷം. നിങ്ങൾ കക്കോ പോയി നോക്കൂ. ഇവർ പള്ളി മിമ്പറിൽ ജുമാക്ക് കയറി പ്രകടനം നടത്തിക്കൊണ്ടാണ് ആ പള്ളി പൂട്ടിച്ചത്. ഇവർ ചെയ്യുന്ന ഭീകരത നിങ്ങൾ നോക്കണം. അതുപോലുള്ള കേന്ദ്രങ്ങളിൽ പോയി നോക്കൂ. പള്ളികളും മദ്രസയും പൂട്ടിയിട്ടത്, അവിടെ ചെടിയും മരവും വളർന്ന് പൊടി പടലങ്ങൾ ഉയർന്ന് പള്ളി തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദൈന്യമായ അവസ്ഥ. അങ്ങനെ പള്ളിക്ക് തടസ്സം സൃഷ്ടിക്കുകയും ആ പാവനമായ പള്ളികളിൽ അള്ളാഹുവിന്റെ ദിക്റുകൾ, സ്മരണകൾ, പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന തടസ്സം സൃഷ്ടിക്കുകയും ക്രമേണ തകർന്നു പോകാൻ ഇടയാക്കുകയും ചെയ്യുന്ന ആളുകളെക്കാൾ ഏറ്റവും വലിയ അക്രമി ആരുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ട് ഖുർആൻ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്, ഒരു കാര്യം പറയുന്നുണ്ട്. അവരെ കുറിച്ച് ഉലൈക മാ കാലഹും അൻ യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ. പള്ളിക്ക് അക്രമത്തിന് ചെല്ലട്ടെ, അവർക്ക് ഭയചകിതരായിട്ടല്ലാതെ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹു തന്നെ പറയുന്നു, പള്ളിയുടെ ഉള്ളിൽ ചെന്ന് അക്രമം കാണിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വധശ്രമം നടത്തി വെട്ടും കുത്തും പരിക്കേൽപ്പിച്ചുകൊണ്ട് പള്ളിയിൽ ചോര ഒഴുക്കിയ അത്തരം ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ, അവർക്ക് ഈ ദുനിയാവിൽ നിന്ദത ഏറ്റുവാങ്ങേണ്ടി വരും. ആഖിറം അവിടെ നിൽക്കട്ടെ, അവർ വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം, അവർക്ക് ഭീകരമായ ശിക്ഷ നാളെ ആഖിറത്തിലും ഒരുക്കി വെച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ അക്രമം കാണിച്ച ആളുകൾ വളരെ ഗൗരവതരമായി ആലോചിക്കേണ്ട കാര്യം, അള്ളാഹുവിനെ പേടിയുള്ള ഒരു വിഭാഗമാണെങ്കിൽ പള്ളിയുടെ ഉള്ളിൽ കയറി പള്ളി ഇമാമും പള്ളിയിൽ നിസ്കരിക്കുന്ന ആളുകളെയും വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ച് കൊല നടത്താൻ ശ്രമിക്കുക എന്നാൽ പടച്ച റബ്ബിനെ പേടിക്കുന്ന ഒരു മുസ്ലിം ചെയ്യാൻ കഴിയില്ല. ഖുർആൻ അതല്ലേ പറയുന്നത്? ഞാനൊരു സുഹൃത്തിന്റെ ഒരു വോയിസ് കേട്ടു. എടാ ചങ്ങാതിമാരെ, നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ആ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ആളുകൾ നേരെ മുടിക്കോട് അങ്ങാടിക്ക് ഇറങ്ങൂലേ? നിങ്ങൾക്ക് അങ്ങാടിയിൽ വെച്ച് വെട്ടും കുത്തും നടത്തിക്കൂടെ? നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ പവിത്രമായ മസ്ജിദിന്റെ അകത്തളത്ത് ഭീകരാന്തരം സൃഷ്ടിക്കുന്നത് ഭയപ്പെടുന്നുവെങ്കിൽ, എങ്ങനെയാണ് നിങ്ങൾ പള്ളിയുടെ ഉള്ളിൽ ചെന്നുകൊണ്ട് മിഹ്റാബിൽ ചെന്ന് ഈ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുന്നത്? അത്തരം ആളുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. അതോടൊപ്പം ചേർത്തി വായിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനെ മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിനും ഈ കൂട്ടർക്ക് വിശ്വാസമല്ല. അള്ളാഹുവിന്റെ റസൂലിന് വിശ്വാസമുണ്ടെങ്കിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ വിറ്റ് കാശാക്കാൻ വിഫലശ്രമം നടത്തിയ ആളുകളല്ലേ ഇവര്? കള്ളമുടികളുടെ ഒരു കെട്ട് കൊണ്ടുവന്ന് ഇത് പ്രവാചക തിരുമേനിയുടെ തിരുശേഷിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് അത് വിജയിക്കില്ലെന്ന് കണ്ട് അള്ളാഹുവിന്റെ ഹബീബ് കുടിച്ച പാനപാത്രമാണിതെന്ന് പറഞ്ഞുകൊണ്ട് കള്ളപാത്രം കൊണ്ടുവന്ന് വെട്ടിത്തിളയ്ക്കുന്ന പുതിയ പാത്രം കൊണ്ടുവന്ന് അതും വിജയിക്കില്ലെന്ന് കണ്ട് പിൻവലിച്ച് വീണ്ടും അത് ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ മുടി ഒറിജിനൽ എന്ന് കൃത്യമായി നമ്മുടെ പണ്ഡിതന്മാർ തെളിയിച്ചു കൊടുത്തപ്പോൾ പ്രവാചക തിരുമേനിക്ക് നിഴലില്ല, പ്രവാചക തിരുമേനിയുടെ മുടിക്ക് അതുകൊണ്ട് തന്നെ നിഴലുണ്ടാകില്ല, ഇതിന് നിഴലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പ്രവാചക തിരുമേനിയുടെ പ്രത്യേകതയ്ക്ക് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ളൂ, മരണാനന്തരം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് വഹാബി പ്രസ്ഥാനത്തെ പോലും നാണിക്കുന്ന വിധം അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തി കാണിക്കുന്ന ഈ വിഭാഗം, അള്ളാന്റെ റസൂൽ അവർക്ക് യഥാർത്ഥ വിശ്വാസമുണ്ടോ? ഇനി അള്ളയിലും റസൂലും വിശ്വാസമില്ലാത്ത മനുഷ്യന്മാർക്കുണ്ടോ? മനുഷ്യന്മാരെ പേടിണ്ടാവും, ഇവർക്ക് പടപ്പുകളെയും പേടില്ല. അല്ലെങ്കിൽ പടപ്പുകളെ പേടിയുണ്ടെങ്കിൽ പടച്ചോന ഇങ്ങനെ പള്ളികൾ നിസ്കരിക്കുന്ന ഇത് മുടിക്കോട് മാത്രമല്ല, പള്ളിക്കൽ ബസാർ അവരെന്താ ചെയ്തത്? എന്താണ് അവിടെ ആക്കോടവർ ചെയ്തു വെച്ചത്? ഈ മണിമുളി ചെന്ന് ഓരോ സ്ഥലങ്ങളും ചെയ്തത് ഇതുപോലെ പള്ളിയിൽ ചെന്ന് വെട്ടിയും കുത്തിയും ആളുകളെ നിസ്കരിക്കുന്ന ആളുകളെ കൊല ചെയ്യാൻ നടത്തുന്ന ഈ ഭീകരാന്തരം സൃഷ്ടിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ പേടിയില്ല, റസൂലുള്ളാഹിനെ പേടിയില്ല, അള്ളാന്റെ റസൂലിന്റെ അള്ളാന്റെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സൃഷ്ടികളെയും പേടിയില്ല. പക്ഷെ ഒരു കാര്യം അവർ ഓർക്കണം, അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ ഇന്നും അവിടെയാണ് നിൽക്കുന്നത്.
3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ ആദരണീയനായ ഉസ്താദുൽ അസാതീദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മഖറ ജീവിതത്തിൽ ഒരു കളങ്കം പോലും ഏൽക്കാത്ത, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത, ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നിങ്ങളും ഞങ്ങളും വിശ്വസിക്കുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അന്ന് പറഞ്ഞു വച്ചത് ഇന്നും ഓഡിയോ നമുക്ക് ലഭ്യമാണ്. ഈ വിഭാഗത്തിന്റെ മുഖം കെടുത്തട്ടെ, ഇവരെ അള്ളാഹു അപകടത്തിലാക്കട്ടെ എന്ന് ഞങ്ങൾ വന്യനായ കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്ത്, ഈ ലോകത്ത് നിന്ദിതരായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിങ്ങളെ കൈയൊഴിച്ചുകൊണ്ട് നിങ്ങൾ രാജ്യത്ത് ഒന്നുമല്ലാതെയാകുന്ന അവസ്ഥാവിശേഷം വരാനിരിക്കുന്നു എന്ന് 100% നിങ്ങൾ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് കാര്യം അങ്ങോട്ടാ പോകുന്നത്. അന്ന് കണ്ണിയത്ത് ഉസ്താദ് പ്രാർത്ഥിച്ചത് നിങ്ങളെ മുഖം കെടുത്തട്ടെ, നിന്ദിക്കട്ടെ എന്നാണ്. ആ നിന്ദിക്കാനുള്ള വഴികൾ ഇങ്ങനെ തെളിഞ്ഞു വരിക. അള്ളാന്റെ റസൂൽ നിങ്ങൾ നിന്ദിച്ചില്ലേ? ശ്രീ പിണറായി വിജയനെ കൊണ്ട് പ്രവാചക തിരുമേനിയുടെ തിരുകേശം ബോഡി വേസ്റ്റ് എന്ന് പറയിച്ചത് നിങ്ങളല്ലേ? അല്ലേ? ഈ പ്രവാചക തിരുമേനി ഇത്രമാത്രം മോശമായി സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കുന്ന ചർച്ചകൾക്ക് കാരണക്കാർ നിങ്ങളല്ലേ? അങ്ങനെ പ്രവാചക തിരുമേനി ഇകഴ്ത്തി കാണിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകളെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? അല്ലാഹുവിനെയും തന്റെ റസൂലിനെയും പ്രയാസം സൃഷ്ടിക്കുന്ന ആളുകളുണ്ടല്ലോ, ലഹും ഫിദ് ദുനിയാ ഖിസിയുൻ, അവർക്ക് ഈ ദുനിയാവിൽ തന്നെ നിന്ദത ഏറ്റുവാങ്ങേണ്ടി വരും. അതല്ലേ കണ്ണിയത്ത് ഉസ്താദ് പ്രാർത്ഥിച്ചത്? കണ്ണിയത്ത് ഉസ്താദ് പ്രാർത്ഥിച്ചിടത്തെ കാര്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾ പള്ളികളിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, പള്ളികളിൽ കലാപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, പള്ളികൾ പൂട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. പള്ളികളിൽ അക്രമം ഉണ്ടാക്കുന്ന പൂട്ടിയിടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞ ഖുർആൻ ലഹും ഫിദ് ദുനിയാ ഖിസിയുൻ, അവർക്ക് ദുനിയാവിൽ നിന്ദതയാണ്, വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം, അപ്പുറത്ത് ഭീകരമായ ശിക്ഷയുമാണ്. യഥാർത്ഥത്തിൽ അന്ന് കണ്ണിയത്ത് ഉസ്താദ് 3 പതിറ്റാണ്ടുകൾ മുമ്പ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ മന്നം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, അതിന്റെ ഭാഗമാണ് ഈ രാജ്യത്ത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം, ദലിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ മൊത്തം കടുത്ത അക്രമങ്ങൾക്ക്, ഫാഷിസ്റ്റ് ഭീകരതകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ, ഉത്തരേന്ത്യയിൽ പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ പാവപ്പെട്ട മുസ്ലിമിനെ ഫാഷിസ്റ്റുകൾ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ഫാഷിസ്റ്റ് ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റിന്, ആ ഗവൺമെന്റിന്റെ MLA ഉണ്ടാക്കാൻ, MP മാരെ ഉണ്ടാക്കാൻ എല്ലാ സപ്പോർട്ടും സൂഫി സമ്മേളനവും നടത്തിക്കൊടുത്ത് വീഡിയോ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ ഇക്കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എന്താ ചെയ്തത്? നിയമസഭാ ഇലക്ഷനിൽ 140 സീറ്റുകളിൽ 139 സീറ്റും ഞങ്ങൾ LDFന് പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പച്ചയായി പരസ്യമായി മഞ്ചേശ്വരം എന്ന നിയോജക മണ്ഡലത്തിൽ, BJPക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലത്തിൽ, BJPക്ക് ഇപ്രാവശ്യം എന്ത് വില കൊടുത്തും അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ലെന്ന് UDFും LDFും ഒരുമിച്ച് നിന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുമ്പോൾ, നിങ്ങൾ പച്ചയായി പരസ്യമായി മഞ്ചേശ്വരത്ത് വീടുകൾ മുസ്ലിം വീടുകൾ കയറിയിറങ്ങി നിങ്ങൾ BJPക്ക് വോട്ട് പിടിച്ചു. സത്യമല്ലേ? യാഥാർത്ഥ്യമല്ലേ? തെളിവുകൾ പ്രകടമല്ലേ? കഷ്ടിച്ച് 89 വോട്ടുകൾക്കാണ് മുസ്ലിം ലീഗിന്റെ UDFന്റെ PB അബ്ദുൾ റസാഖാണ് വിജയിച്ചത്. നിങ്ങൾ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ ശ്രമം നടത്തി. ഈ നിലയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും LDFന്റെ ആളുകൾ LDF ഞങ്ങളെ സഹായിക്കുമെന്ന്, BJP ഞങ്ങളെ സഹായിക്കുമെന്ന്, ചില ഘട്ടത്തിൽ ഞങ്ങൾ മുന്നണിയിൽ പിന്തുണ കൊടുക്കുമ്പോൾ UDF ഞങ്ങൾ സഹായിക്കുമെന്ന്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ഓരോന്നായി ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നാ ഇപ്പൊ പറയുന്നത്. അങ്ങനെ നടക്കുന്നില്ല. അങ്ങനെ കാരണം നിങ്ങൾ ഒരു പാർട്ടിയും വിശ്വസിക്കുന്നില്ല. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്, എന്താ കാന്തപുരത്തിന് പുതിയാപ്പിള കൊണ്ട് വിളിച്ചുകൂട്ടിക്കൊണ്ടാണെങ്കിൽ തൽക്കാലം ഞങ്ങളെ കിട്ടൂല എന്ന് പറഞ്ഞത്. ഓരോ പാർട്ടിക്കാരും നിങ്ങളെ കൈവഴിച്ചുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ, മഞ്ചേരി പാർലമെന്റ് ഇലക്ഷനിൽ TK ഹംസ സഖാവ് CPMന്റെ സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി അഹമ്മദ് സാഹിബും മത്സരിച്ചു. അഹമ്മദ് സാഹിബും TK ഹംസയും ഒരു യാദൃശ്ചികമായ ഒരു പരിപാടി വെച്ച് ഒരുമിച്ചിരുന്നപ്പോ, സ്ഥാനാർത്ഥികൾ 2 വിരുദ്ധ സ്ഥാനാർത്ഥികളാണെങ്കിലും അവർ കുശലാന്വേഷണം പറയുമല്ലോ. അപ്പോ അഹമ്മദ് സാഹിബ് പറഞ്ഞു, ഹംസാക്ക, കാര്യം നിങ്ങൾ വിചാരിച്ചെടുത്തല്ല, നിങ്ങളെ ഉസ്താദ് നമ്മളെ വിളിച്ച് മർക്കസിൽ കൊണ്ടുപോയി നാരിയത്ത് സ്വലാത്ത് ചൊല്ലി ഞാൻ ജയിക്കാൻ ദുആ ചെയ്യിപ്പിച്ചിരുന്നു, നിങ്ങൾക്ക് അവരെ വോട്ട് കിട്ടൂലായിരുന്നു. അങ്ങനെ ഉണ്ടായോ ചോദിച്ചു. അഹമ്മദ് സാഹിബ് കഴിഞ്ഞ ആഴ്ച തൊട്ടിപ്പുറത്തെ ദിവസം ഇനിയും കൊണ്ടുപോയി നാരിയത്ത് സ്വലാത്ത് ചൊല്ലി ഇനിയും ദുആ ചെയ്യാൻ വിജയിപ്പിക്കാൻ അവിടെ കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചല്ലോ പറഞ്ഞു. ഇങ്ങൾക്കും ദുആ ചെയ്തു ചോദിച്ചു. ഇങ്ങനെ ഈ സത്യങ്ങളൊക്കെ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിങ്ങൾ ഈ വിചാരിക്കുന്ന ഈ BJP നിങ്ങളെ കൈയൊഴിക്കും.
ഈ CPM നിങ്ങളെ കൈയൊഴിക്കും, ഈ UDF നിങ്ങളെ കൈയൊഴിക്കും. ഒരു വിഭാഗത്തിന്റെയും പിന്തുണയില്ലാതെ ഈ പള്ളികൾ അടച്ചുപൂട്ടി മുസ്ലിം സമുദായത്തിന്റെ മൊത്തം ശത്രുക്കളായി മാറുന്ന ഫാഷിസ്റ്റുകൾക്ക് പിന്തുണ പകർന്നുവെന്ന് പച്ചയായി മനസ്സിലാക്കിയ നിങ്ങൾ അതിവിദൂരമല്ലാത്ത കാലഘട്ടത്തിൽ അന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന സഫലമാകുന്ന കൂട്ടത്തിൽ ഈ സമുദായത്തിൽ നിന്ന്, ഈ സമൂഹത്തിൽ നിന്ന് ദൂരെ വലിച്ചെറിയുന്ന കാര്യം അതിവിദൂരമല്ല എന്ന കാര്യം സാന്ദർഭികമായി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പിന്നെ ഒരൊറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. മുടിക്കോട് പള്ളി എന്തിനാണ് പൂട്ടിയിട്ടത്? മുടിക്കോട് പള്ളി നിയമാനുസൃതമായി ഇവിടെ കാര്യം വിശദീകരിക്കും. സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് നടത്തിപ്പിന് അധികാരമുള്ള ഒരു പള്ളി ഇവർ ഏകപക്ഷീയമായി ഒരു ദിവസം വന്ന് അക്രമം നടത്തിയതിന്റെ പേരിൽ പിറ്റേന്ന് ജുമാക്ക് പോലീസിന്റെ സംരക്ഷണം നൽകുന്നതിന് പകരം ഏകപക്ഷീയമായി അവിടെ ജുമാ നടന്നാൽ, അവിടെ പ്രാർത്ഥന നടന്നാൽ കലാപമുണ്ടാകുമെന്ന് നിയമ പാലകരായി നിൽക്കുന്ന ആളുകൾ തെറ്റായ റിപ്പോർട്ട് നൽകിക്കൊണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് RDO പള്ളി പൂട്ടിയിട്ടത്. ഈ കാര്യം അധികാരികൾ മനസ്സിലാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അടിയന്തരമായി ആ പള്ളി തുറന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിന്, മുടിക്കോട് നിവാസികൾക്ക് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഈ ഗവൺമെന്റ് തുറന്നു കൊടുക്കാൻ ആവശ്യമായി ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇതൊരു സൂചന മാത്രമാണ്. ഇവിടെയുള്ള ഒരു 10-15 പഞ്ചായത്തുകൾ കൂടിക്കൊണ്ട് ഒരു പ്രതിഷേധവുമായി DGP ഓഫീസിലേക്ക് അല്ലെങ്കിൽ SP ഓഫീസിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ മൊത്തം തെക്കാകുന്ന വിധം സമരപരിപാടികൾ നടത്താൻ നമുക്ക് സാധിക്കും. പക്ഷെ ആ ഒരു വഴിയിലേക്ക് കാര്യങ്ങൾ തെളിയിക്കാതെ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് പള്ളി അടിയന്തരമായി തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായത് ഉത്തരവാദപ്പെട്ടത് നിർവഹിക്കണമെന്ന് സ്നേഹപൂർവ്വം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വചനം കൊണ്ട് ഈ പരിപാടിക്ക് ഔപചാരികമായി തുടക്കം കുറിച്ചതായി സവിനയം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SSF എന്ന ഓഫീസിന്റെ മുന്നിൽ F വെട്ടി RSS എന്നാക്കണമെന്ന ഒരു ഉപദേശം ഇവിടെ നൽകിയ നേതാക്കന്മാർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇനി ജബ്ബാർ ഹാജി നമ്മളോട് അഭിസംബോധന ചെയ്യുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട OP ഉസ്താദ്, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത SYSന്റെ സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയായ ബഹുമാന്യായ അമ്പലക്കടവ് ഹമീദ് ഫൈസി, പ്രിയപ്പെട്ട സത്താർ പന്തല്ലൂർ, അതുപോലെ തന്നെ ഹസൻ സക്കാഫി പുക്കുട്ടൂർ, മറ്റ് ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ നമുക്ക് സമയമില്ല. നേരത്തെ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി പറഞ്ഞതുപോലെ ഒരു സൂചന മാത്രമാണ് ഇന്ന് ഈ നടത്തിയ പ്രതിഷേധ പ്രകടനവും സംഗമവും. അത് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ഇത് റിപ്പോർട്ട് ചെയ്യാൻ വന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ അത് യഥാസമയത്ത് എത്തിക്കും എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ എത്തിക്കണം. ഈ ജനങ്ങളെ കാണിച്ച ഈമാനികമായ ഒരു ആവേശമുണ്ട്, ഇസ്ലാമികമായ ഒരു ആദർശമുണ്ട്. അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതനുസരിച്ച് റാൻ മൂളാനുള്ളതല്ല ഈ രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാർ. ഞങ്ങളുടെ ഒരു പള്ളി മാത്രമല്ല, ഇത് ഒടുവിലത്തതാണ്. ഇപ്പോ ഈ സമയത്ത് മുടിക്കോട് പള്ളിയാണ്. അതിന്റെ മുമ്പ് കക്കോവ് പൂട്ടി, കരുവാങ്കല്ല്, കരിപ്പൂര്, പാലക്കാട് ജില്ലയിൽ 2, കോഴിക്കോട് ജില്ലയിൽ 3, തൃശൂർ ജില്ലയിൽ 1, നിരവധി പള്ളികൾ ഇവിടെ പൂട്ടിക്കിടക്കുന്നു. മദ്രസകൾ പൂട്ടിക്കിടക്കുന്നു. പല മഹല്ലുകളിലും നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങള് മസിൽ പവർ കാണിച്ച് കുറേയേറെ പള്ളികൾ മുമ്പ് പിടിച്ചിട്ടുണ്ട്, കുറേയേറെ സ്ഥാപനങ്ങൾ പിടിച്ചിട്ടുണ്ട്. മാറി മാറി വരുന്ന സർക്കാരുകളിൽ പലരെയും കൂട്ടുപിടിച്ച് നിങ്ങൾ പലതും കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെ ക്ഷമിച്ചിട്ടുണ്ട്. കാരണം ഒരു സമര സംഘടനയല്ല സമസ്ത, ആ ഒരു ശൈലി സമസ്തക്കില്ല. അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ വിഭാഗം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. സമസ്ത മറ്റൊരു രീതി നോക്കുമായിരുന്നെങ്കിൽ. പക്ഷേ അതൊരു ശൈലിയല്ല. ഇപ്പൊ ഞങ്ങളുടെ ചില നേതാക്കളെ ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് പൂക്കോട്ടൂരിനെ തട്ടിക്കളയും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ ചില ആളുകളെ കൈകാലി വെട്ടുമെന്നാ പറഞ്ഞത്. ഞങ്ങൾ സമയം തരാം, തീയതി വെച്ചോ, ഞങ്ങൾ വരാം. തട്ടാനുള്ളവരായാലും വെട്ടാനുള്ളവരായാലും നേരിട്ട് വാ. ഈ രീതിയിലല്ല വരേണ്ടത്. ഇരുട്ടിന്റെ മറവും കാക്കിയുടെ പിമ്പലവും ഇല്ലാതെ നിങ്ങൾ ഒരു ചുക്കു ചെയ്യില്ല, ഞങ്ങൾക്കറിയാം. അങ്ങനെ വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ചതിയാണ് നിങ്ങളുടെ കാര്യം, അത് നിങ്ങളുടെ പാരമ്പര്യമാണ്. അങ്ങനെ ചതി കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വർത്തമാന കാലഘട്ടത്തിലെ അബൂജാഹിലുമാർ
വർത്തമാന കാലത്ത് ഉത്തുമത്തുമാരോടാണ് ഞങ്ങൾ പിടഞ്ഞു വീഴേണ്ടി വന്നാൽ അത് അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങളുടെ കൈകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾക്ക് വിധിയെങ്കിൽ അത് ഞങ്ങൾക്ക് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ശരിക്ക് നിന്ന് കൊണ്ട് പറയാനുള്ളതാണ്. രാജ്യത്തെ അക്രമകാരികളായ അഭിനവ അബൂജാഹിലുമാരുടെ കൈകൾ കൊണ്ടാണ് തമ്പുരാനെ ഞങ്ങൾ ഷഹീദായതെന്ന് പറയാൻ കഴിയും. ഞങ്ങളുടെ സമസ്തയുടെ ഓരോ കുട്ടികൾക്കും അതാണ് ലൈൻ. നിങ്ങൾ ഈ ഭീഷണിപ്പേണ്ട, ഭയപ്പെടുത്തി ഞങ്ങളെ കീഴ്പ്പെടുത്താമെന്ന് ആരും കരുതണ്ട. അങ്ങനെ ഒരു രാജാക്കന്മാരുമില്ല. ഞങ്ങൾക്ക് ഈ പള്ളിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ സത്താർ പറയും എന്താണ്. എന്നിട്ട് പുറത്തു വന്ന് പല രീതിയിലുള്ള പ്രചരണങ്ങള്, പള്ളി പൂട്ടിച്ചത് ഞങ്ങളാണ്, സമസ്തകയാണ്, ചേളാരിയാണ് എന്ന് പ്രചരണം മാത്രമല്ല, സോഷ്യൽ മീഡിയ, അവരുടെ കെടാനിരിക്കുന്ന വിളക്ക് പത്രം, ഇതൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു. ഈ പ്രചണ്ഡമായ പ്രചരണം എന്തിനാണ് ഈ ആടിനെ പട്ടിയാക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, മുടിക്കോട് അടക്കമുള്ള പള്ളികൾ ഇവിടെ പൂട്ടിക്കിടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ നിഷ്പക്ഷരായ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ വിളിക്ക്, നിഷ്പക്ഷരമായ നീതി പാലകന്മാരെ വിളിക്ക്, ജനപ്രതിനിധികളെ വിളിക്ക്. എന്നിട്ട് നമുക്കൊരു സംവാദം ഉണ്ടാക്കാം, നമുക്കൊരു ഇരിക്കാം. ഏതെങ്കിലും ഒരു പള്ളി പൂട്ടിക്കാനോ അതല്ലെങ്കിൽ അവിടെ പ്രശ്നമുണ്ടാക്കാനോ സമസ്ത തയ്യാറായി എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചാൽ ഞങ്ങൾ നിരുപാധികം പിന്തിരിയാം. നിങ്ങൾ തയ്യാറുണ്ടോ? ഇവിടെ പൊതു സ്റ്റേജിൽ വന്ന് എന്തു നിങ്ങൾക്ക് വിളിച്ചു പറയാം. പക്ഷേ രാജ്യത്തെ നീതിപാലകന്മാരെ വിളിക്ക്, ഞങ്ങൾ തയ്യാറാണ്. രാജ്യത്തെ ജനപ്രതിനിധികളെ വിളിക്ക്, രാജ്യത്തെ മറ്റ് ആരൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് നമുക്ക് വിളിക്കാം, ഇരിക്കാം. ഇപ്പൊ ഈ നടക്കുന്ന പ്രതിസന്ധികളുണ്ടല്ലോ, 20ഓളം മഹല്ലുകളില് ഈ ജില്ലയിലും തൊട്ടടുത്ത ജില്ലയിലും നിങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മഹല്ലില് ഞങ്ങള് സമസ്തയുടെ ആളുകളെ അവിടെ പള്ളി പൂട്ടിക്കാൻ വന്നിട്ടുണ്ടോ? പള്ളിയിൽ പ്രശ്നമുണ്ടാക്കാൻ വന്നിട്ടുണ്ടോ? നിങ്ങൾ നടത്തുന്ന പള്ളികളിൽ ഏതെങ്കിലും ഒന്നിൽ ഞങ്ങൾ വന്ന് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടോ? ഈ പള്ളികളിലൊക്കെ രേഖ ഞങ്ങളുടെ കയ്യിലാണ്, ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായി ഈ മുടിക്കോടടക്കം നിങ്ങള് ജനവിധിയെ, ജനങ്ങളുടെ അഭിപ്രായത്തെ നിങ്ങൾ ഭയപ്പെടുന്നു. ആ മഹലിലെ ജനവികാരത്തെ നിങ്ങൾ പേടിക്കുന്നു. മാത്രമല്ല കോടതിയെ നിങ്ങൾ ഭയപ്പെടുന്നു. കോടതി പോലും നിങ്ങളോട് പറഞ്ഞത് ഇനി ഇങ്ങോട്ട് വരരുത് എന്നാണ്. പള്ളിക്കൽ ബസാറിൽ നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചു, ആ പള്ളി പൂട്ടിപ്പിച്ചു, വീണ്ടും തുറന്നു. ഇപ്പോഴും അവിടെയും പട്ടികയിൽ ആണിയടിച്ചുകൊണ്ടാണ് നിങ്ങൾ വരുന്നത്. പക്ഷേ ഒരൊറ്റ കാര്യേ പള്ളിക്കലെ കുട്ടികൾ കാട്ടിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും എന്താണ് സമസ്തയുടെ കുട്ടികൾ എന്നുള്ളത്. ആ ഒരു സാഹചര്യം മുടിക്കോട് നിങ്ങൾ അടുപ്പിക്കരുത് എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ പള്ളി അങ്ങ് പൂട്ടിയിട്ടാൽ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഒന്ന് പറയുന്നതനുസരിച്ച് പൂട്ടിയിട്ടാൽ ഞങ്ങൾ അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. ഞങ്ങൾ വരും. ഞങ്ങൾ നേരത്തെ ഹമീദ് ഫൈസി പറഞ്ഞതുപോലെ ഉത്തരവാദിത്തത്തോടുകൂടി പറയുന്നു, ഈ ഉദ്യോഗസ്ഥന്മാർ അത് റിപ്പോർട്ട് ചെയ്യണം. ബഹുമാനിയായ MLA ഒരു സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട് കേരള അസംബ്ലിയിൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാന്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കാന്തഭക്തന്മാരോട് പറയുന്നു, ആ മറുപടി നിങ്ങൾ വായിക്ക്. അവിടെ അക്രമം കാണിച്ചത് ആരാണെന്ന് കേരള അസംബ്ലിയിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞു. ഇന്ന വിഭാഗമാണ് അവിടെ അക്രമം കാണിച്ചത്. പള്ളിയിലെ ബക്കറ്റ് എടുത്ത് കൊണ്ടുപോയ ഓടി വിഭാഗം. പോലീസ് ഇന്ന വകുപ്പ് വെച്ച് അവരെ അന്വേഷിക്കുന്നുണ്ട്. 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 പേരെ അറസ്റ്റ് ചെയ്ത് ഞങ്ങളെ മയക്കി കിടത്താമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. ഇത് മതിയാവില്ല. ഈ പ്രവർത്തകന്മാർ, ഈ അക്രമം കാണിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ. അതുവരെ ഞങ്ങൾ ഈ സമരമുണ്ടാകും. ഈ സമരത്തിന്റെ മുഖമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നേരത്തെ പറഞ്ഞതുപോലെ സമസ്തയുടെ മക്കള് അങ്ങ് ഇറങ്ങിയാൽ അതൊരു കൊടുങ്കാറ്റാവും, അതൊരു അഗ്നിജ്വാലയാകും. അതിന്റെ തടുത്തു നിർത്താൻ കേരളത്തിലെ പോലീസിന്റെ ബാരിക്കേഡുകൾ മതിയാവില്ല എന്ന് നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ്. ഇതൊന്നും നിങ്ങളെ ബന്ധപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഈ പള്ളി, അള്ളാഹുവിന് സുജൂദ് ചെയ്യാനുള്ള ഈ പള്ളി നിങ്ങൾ തുറന്നു തരണം. നിങ്ങൾക്ക് സംഘടന വേണോ, നിങ്ങൾക്ക് മറ്റു രീതി വേണോ, വാ പുറത്തു വാ, ഞങ്ങൾ തയ്യാർ. പള്ളി വിട്, പള്ളി ആരാധനക്ക് തുറന്നുകൊട്. എന്നിട്ട് നിങ്ങളുടെ ഏത് രീതിയിലാണോ, നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ, ജനഹിതമാണെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങൾ മസിൽ പവറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഞങ്ങൾ തയ്യാറാണ്. വരാം, നിങ്ങൾക്ക് വരാം. മറ്റൊരു രീതിയില് ഈ പള്ളി അനിശ്ചിതകാലമായി അങ്ങ് അടച്ചിടാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പാണ്ടിക്കാട് മാത്രമാണ്.
കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിലേക്ക് വരെ ഞങ്ങൾ പോവേണ്ടി വരും. ബന്ധപ്പെട്ടവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സൂചനയായി, ഇതൊരു പ്രതിഷേധമായി കണ്ട് ആ പള്ളിയുടെ താഴുകള് ഉടനെ തുറന്നു തരണം. നാളെ അള്ളാഹുവിലെ വിജയത്തിലേക്ക് വരാൻ, നമസ്കാരത്തിലേക്ക് വരാൻ, അള്ളാഹുവിന്റെ മഹത്വം വിളിച്ചു പറയാൻ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കണം. അതിനുള്ള സാഹചര്യം ബന്ധപ്പെട്ട കാക്കി എടുത്തവരും അതിന് തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് അറിയിച്ചുകൊണ്ട് ഈ സമര പോരാട്ടത്തിൽ നിന്ന് നമ്മൾ പിറകോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഹ്രസ്വമായ രീതിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്നു ബഹുമാനപ്പെട്ട ഓട്ടീസ് സഹോദരൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഈ പ്രസംഗങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളോടും പണ്ഡിതന്മാരെന്നോ സാധാരണക്കാരെന്നോ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്നോ വ്യത്യാസമില്ലാതെ ഞാൻ ഒരു നീണ്ട പ്രസംഗത്തിന് ഉദ്ദേശിക്കുന്നില്ല. ഒന്ന് രണ്ട് സത്യങ്ങൾ മാത്രം പറയാം. ഒന്നാമതായി മാറിബി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരുന്ന അവസരത്തിൽ ആയുധങ്ങളുമായിട്ടാണോ നിസ്കരിക്കാൻ വരൂ എന്ന് നിങ്ങൾ ചിന്തിക്കുക. പച്ചക്കള്ളം പറഞ്ഞു പള്ളിയിലേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ നിൽക്കുന്നവർ തിരിഞ്ഞപ്പോഴാണ് അവിടെ സംഘടനമുണ്ടാകുന്നത്. ഒന്ന്. രണ്ടാമതായി അവിടെ വാസ്തവത്തിൽ ഇവർക്കൊക്കെ കണ്ണിലെ കരടായി നിൽക്കുന്നത് ഞാനാണ്. അതിനൊന്നും പ്രവർത്തിച്ചത് കൊണ്ടല്ല. തുടക്കത്തിൽ തന്നെ അവർ പറഞ്ഞ CH അബ്ദുള്ള കുട്ടി മുസ്ലിയാരെ അടിക്കും ഞങ്ങള്, MP മുഹമ്മദ് മുസ്ലിയാരെ അടിക്കും ഞങ്ങള്, മൂസ മുസ്ലിയാരെ അടിക്കും ഞങ്ങള് എന്നും പറഞ്ഞാൽ തുടങ്ങിയത് തന്നെ. ഞാൻ പറഞ്ഞു അങ്ങനെ അടിച്ചിട്ട് അവരെ കൈകൊണ്ട് മരിക്കാനാണ് വിധിയെങ്കിൽ അത് നടക്കട്ടെ, പ്രസ്ഥാനത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല, പരിപാടി ഇല്ല എന്ന്. എന്റെ മേലിൽ വലിയ ആക്ഷേപം എന്താണെന്നറിയോ? നിങ്ങൾ കേൾക്കണം. ഞാൻ അവിടെ യോജിപ്പിന് എതിരാണെന്ന്. ഒരിക്കലും ഞാൻ യോജിപ്പിന് എതിരെന്നിട്ടില്ല. യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപരിപഠന കേന്ദ്രമായ ബഹുമാനപ്പെട്ട ജാമിയ നൂരിയ അറബി കോളേജിലേക്കുള്ള പിരിവ് മുടിക്കോട് ആ സ്ഥാപനം സ്ഥാപിച്ച അന്ന് മുതൽ നടന്നു പോരുന്നതാണ്. അത് നിർത്താൻ പറ്റൂല. അതുപോലെ കോട്ടമല കോംപ്ലക്സിനുള്ള പിരിവെടുത്താൻ പറ്റൂല, അത് നിർത്തണം, അത് നിർത്തിക്കൊണ്ടേ യോജിപ്പ് പറ്റുള്ളൂ എന്ന് അവരും പറഞ്ഞു. നിങ്ങൾ തീരുമാനിക്കും ഏതാ വേണ്ടി എന്നുള്ളത്. അതുപോലെ തന്നെ പിന്നെ ചേളാരി സമസ്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നാളെ വേണമെങ്കിൽ പറയും ദാറുൽ ഇർഫാൻ സമസ്ത എന്ന്. കുഴപ്പമൊന്നുമില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച ആ സമസ്ത ഒന്നേ ഉള്ളൂ എന്ന് ഇന്ത്യൻ സുപ്രീം കോടതി വിധിച്ചതാണോ? അതറിയില്ല എനിക്ക്. ഇന്ത്യൻ സുപ്രീം കോടതി വിധിച്ച ചേളാരി സമസ്ത എന്നല്ല പറഞ്ഞ കൂടെ നിങ്ങൾ സമസ്ത അല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചതാ. അതൊന്നും ഓർമ്മയില്ല. കാരണം മറ്റേ അപമാനിക്കപ്പെട്ടു പോയി, ഒന്നും കഴിയാത്തത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരം പറപ്പിച്ചുകൊണ്ട് കുറെ കള്ളങ്ങൾ മാത്രം പറയാം. വെറും നുണ. നുണയാൽ പടക്കപ്പെട്ടതായ സംഘടനയാണല്ലോ. തുടക്കം തന്നെ നുണയാൽ ഉണ്ടാക്കിയ സംഘടനയായതുകൊണ്ട് അതിന്റെ കുറെ നുണ പറയാൻ പറ്റുന്ന പണ്ഡിത വേഷധാരികളുണ്ട്. ഞാൻ നീട്ടി പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോവാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് വളരെ സത്യസന്ധമായ നിരക്ക്. നിങ്ങൾ ആലോചിക്കുക, 80% സമസ്തയുടെ പ്രവർത്തകന്മാര്, പണ്ഡിതന്മാര്, സാധാരണക്കാർ, കാരണവന്മാരുള്ള സ്ഥലത്ത് അവിടെ സാധാരണഗതിയിൽ അവിടെ AP EK എന്നൊക്കെ തെരഞ്ഞെടുപ്പേ നടക്കാറില്ല. ഇവിടെ കേൾക്കുന്ന കുട്ടികൾ ഉണ്ടാകുമല്ലോ AP-ക്കാര്, അത് നടക്കാറില്ല. വിഭാഗീയത വേണ്ട എന്ന നിലക്ക് അവിടെ ജനറൽ ബോഡി കൂടിയിട്ട് പറ്റുന്ന ആളുകളൊക്കെ തെരഞ്ഞെടുക്കലാ പതിവ്. കഴിഞ്ഞ കമ്മിറ്റിയിലും അവർ 7 or 8 ആളുകളുണ്ട്. അത് AP എന്ന പേരിലല്ല. പിന്നെ കണക്ക് അവതരിപ്പിച്ച് പാസാക്കി യോഗം നടക്കുന്ന അവസരത്തിൽ 17 ആളെ ലീസ്റ്റുമായും കൊണ്ട് ഒരു സംഘം ആളുകൾ കടന്നു വന്നു. കേട്ടുകൊണ്ടോ ചരിത്രത്തിൽ?
ഒരു ജനറൽ ബോഡി നടക്കുന്ന സമയത്ത് ഞങ്ങളെ 17 എടുക്കണം എന്ന് പറയുന്ന ലീസ്റ്റ് 34 ആളാവട്ടെ കമ്മിറ്റിയിൽ 17 ഞങ്ങള് പോരാ. ഒരു സെക്രട്ടറി സ്ഥാനം, ഒരു പ്രസിഡന്റ് സ്ഥാനം ഞങ്ങൾക്ക് പോരാ. പകുതി മെമ്പർമാർ ഞങ്ങൾക്ക്. ഈ നിലക്കുള്ള ഒരു ലിസ്റ്റ് വന്നപ്പോൾ അത് അംഗീകരിക്കാൻ നാട്ടുകാർ തയ്യാറായിട്ടില്ല. ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്ന് കുട്ടികൾ എന്നോട് പറയും. ഞാൻ പറയും സാരമില്ല, നമുക്ക് യോജിപ്പിച്ചു പോകണമെന്ന്. പക്ഷേ ഞാൻ തുറന്നു പറയുന്നു, ഇന്ന് അങ്ങനെയുള്ള ഒരു തീരുമാനം നിങ്ങൾ കണ്ടു നിൽക്കണ്ട. ആ ഒരു തീരുമാനം നടക്കാൻ പോകുന്നില്ല. 80% അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സമസ്തയുടെ ആളുകളുള്ള ആ സ്ഥലത്ത് നിങ്ങൾക്കൊരു സെക്രട്ടറി സ്ഥാനം, ഒരു പ്രസിഡന്റ് സ്ഥാനം, ബഹുമാനപ്പെട്ട SI അതുപോലെ DSP അടക്കം നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലേ? ആ ചർച്ചയിൽ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു 6 or 7 സീറ്റ് വാങ്ങിത്തരാം. ഞങ്ങൾ രഹസ്യമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. മുടിക്കോട് ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ സീറ്റും കിട്ടുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഒരു 7 സീറ്റ് നിങ്ങൾക്ക് വാങ്ങിത്തരാമെന്ന് ബഹുമാനപ്പെട്ട DSP പറഞ്ഞിട്ടുണ്ട് അവരോട്. ആലോചിക്കണം നിങ്ങൾ. ഞങ്ങൾക്കത് പോരാ. ഒരു പറഞ്ഞതാ ഞങ്ങൾക്കത് പോരാ. ആരാ യോജിക്കാത്തത്? അന്നുണ്ടായിരുന്ന SI പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ SI സാർ ഒരു പക്ഷെ അതൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അന്നുണ്ടായ SI പറഞ്ഞിട്ടുണ്ട്, DSP പറഞ്ഞിട്ടുണ്ട്. സമാധാനത്തിന് വേണ്ടി 6 or 7 85% സമസ്തയുടെ നാട്ടുകാർ പ്രവർത്തകന്മാരുള്ളോടത്ത് 5 or 6 33 21 തരാം എന്ന് പറഞ്ഞു. യോജിച്ചു പോവട്ടെ എന്ന് കരുതിയിട്ട് അത് പോരാ. പിന്നെ പകുതി 20 10 30 15 ഒരു പ്രസിഡന്റ് സ്ഥാനം, സെക്രട്ടറി സ്ഥാനം കാത്തു നിന്നോ. അത് എപ്പോഴാണ് നിങ്ങൾ കിട്ടുന്നു കാത്തു നിന്നോ. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടെ അത് നടക്കാൻ പോകുന്നില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾ തുറന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി കൂടുതൽ ഞാൻ സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഒറ്റ കാര്യം പറയുന്നു. വെറും നുണ പറഞ്ഞുകൊണ്ട് താടി നീട്ടിയിട്ട് വല്ലി നടത്തി ജനങ്ങളടിയിൽ പണ്ഡിതൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം നിർത്തണമെന്ന് ഞാൻ ഈ പറഞ്ഞ വാക്കിൽ ഒറ്റ പൊള്ളുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാ. അതേ സമയത്ത് നിങ്ങളിവിടെ പ്രസംഗിച്ച മുഴുവൻ പ്രസംഗം നുണയാണെന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട RDO അവിടെ വെച്ച് ആരാണ് അടുത്ത പള്ളിയെ ജുമാ ഖുത്ബ ഓതുക എന്ന് ചോദിച്ചു. ഞാൻ വളരെ വിനയത്തോടുകൂടെ പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ അവിടെ ഒരു ഇമാമുണ്ട്, അദ്ദേഹം ഇവരുടെ മാരകമായ ആക്രമണം കാരണത്താൽ ആസ്പത്രിയിൽ അഡ്മിറ്റ. ആ ഇമാമ് സുഖമായി വന്നാൽ മൂപ്പര് ഖുത്ബ ഓതും, ഇല്ലെങ്കിൽ മൂപ്പര് പകരക്കാരായക്കും. മൂപ്പര് ഉംറക്ക് പോകണം, അല്ലാത്തവണ്ണം പകരക്കാരായക്കർ സാധാരണ പതിവാ. അതുകൊണ്ട് അവരോദിക്കോളും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? അത് പറ്റൂലാന്ന്. അപ്പൊ ഞങ്ങളെ പിതനുണ്ടാക്കിയത് അവിടെ നിലവിലുള്ള കമ്മിറ്റിയുടെ കീഴിലുള്ളതായ ഇമാമ് ആക്രമിക്കപ്പെട്ട ആശുപത്രിയിൽ കിടക്കുമ്പോൾ അദ്ദേഹം പകരക്കാരാക്കും എന്ന് പറയുന്ന നീതിയല്ലേ? അതല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്? അത് പറഞ്ഞപ്പോൾ അത് പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ ആരെ പറ്റുക എന്നൊരു AP കൂട്ടിനടുത്ത് പറഞ്ഞു. അപ്പൊ ഞങ്ങളെ ആളുകൾ പറഞ്ഞു അതും പറ്റൂല എന്ന് പറയണ്ടേ? ഞാൻ എന്താണ് പറയേണ്ടതല്ല, അത് ഞങ്ങൾക്ക് പറ്റും. കമ്മിറ്റി നിശ്ചയിച്ചതായിരിക്കുന്ന ഒരു ഇമാമിനെ പറ്റൂല, അയാളാക്കുന്ന ആളെയും പറ്റൂല, നിങ്ങളാക്കുന്ന ആളെ പറ്റുമെന്നല്ലേ? അല്ലേ? അള്ളാഹുവേ എന്ത് ജാതി. എന്നിട്ട് പറയാണ് അവിടെ ഒത്തുതീർപ്പിന് വിരുദ്ധമായി പ്രവർത്തിച്ചത് അവരാണ്. ഇവിടെ ആ സംഘടന നടന്ന അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്ത RDOക്ക് മനഃപൂർവ്വം അത് പൂട്ടിപ്പിക്കാനുള്ള ശ്രമം ചെയ്തതല്ലേ? അത് അന്ന് തന്നെ റിപ്പോർട്ട് വന്നു. പിറ്റേ ദിവസം ഞങ്ങൾ നോട്ടീസ് വന്നു. 2-ാം തീയതി 31-ാം തീയതിയാണ് കുഴപ്പമുണ്ടാക്കിയത്. 2-ാം തീയതി RDO മുന്നിൽ ഹാജരാവണമെന്നാണ് നോട്ടീസ് വന്നത്. 31-ാം തീയതി കുഴപ്പമുണ്ടാക്കിയിട്ട് 2-ാം തീയതി തന്നെ RDOക്ക് റിപ്പോർട്ട് വന്നു. എന്താ റിപ്പോർട്ട്? ഒരു നിലക്കും മുടിക്കോട് മുന്നോട്ട് പോകാൻ കഴിയൂല എന്ന്. ബഹുമാനപ്പെട്ടവരെ, എങ്ങനെയാണ് റിപ്പോർട്ട് വന്നു എന്നറിയില്ല. ഏതാവട്ടെ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ തെളിയുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ ഭവനമാണ്, അത് പൂട്ടിക്കിടക്കുകയാണ്. നിസ്കരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ പ്രവർത്തകന്മാർ അതിനുള്ള സൗകര്യം ചെയ്തുകൊണ്ട് അടുത്തു തന്നെ അതിനുള്ള നിസ്കാര പള്ളിയിലും ജമാഅത്ത് അടക്കാൻ വേണ്ടി അവിടെ അതിന്റെ പള്ളിയുടെ മുന്നിൽ തന്നെ സൗകര്യം ചെയ്തിട്ടുണ്ട്. മറ്റവർക്ക് ജമാഅത്തും ജുമുഅൊന്നും വേണ്ടി വരൂല, സാരമില്ല, അതൊക്കെ ശരിയായിക്കോളും. അതേ സമയത്ത് അവിടെ നിസ്കരിക്കാനുള്ളതും ജമാഅത്തിനുള്ള എല്ലാ സൗകര്യവും ബഹുമാനപ്പെട്ട സമസ്തന്റെ ആളുകൾ ചെയ്തിട്ടുണ്ട്. സജീവമായ നിലയ്ക്ക് അത് ആളുകൾ വന്ന് പങ്കെടുക്കുന്നുണ്ട്. ജുമുഅക്ക് അവിടെ മുടക്കം വരൂല, പള്ളിയിൽ മുടങ്ങും. പള്ളി പൂട്ടിപ്പെടുമ്പോൾ ഗവൺമെന്റ് നമുക്ക് തിരസ്കരിക്കാൻ പറ്റുകയില്ലല്ലോ, പള്ളിയിൽ മുടങ്ങും. അതേ സമയത്ത് മറ്റു നിലക്കളൊന്നും ജുമുഅ മടങ്ങാത്ത രൂപത്തിൽ തന്നെ മുടിക്കോട് മഹൽ ജുമുഅ എല്ലാം നടത്തി പോരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് അവർ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വൽ ഫായിസീൻ. ആദരണീയരായ അധ്യക്ഷൻ ഉസ്താദ് ഒ.ടി. മൂസ മുസ്ലിയാർ അവറുകളെ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്, ഇവിടെ സന്നിഹിതരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗം ഉസ്താദ് വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി, പി എ ജബ്ബാർ ഹാജി, ഹസൻ സക്കാഫി പൂക്കോട്ടൂർ, ഷാഹുൽ അമീദ് മാസ്റ്റർ മേൽമുറി തുടങ്ങി നമ്മുടെ ജില്ലയിലും പരിസരങ്ങളിലുമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും വിവിധ പോഷക ഘടകങ്ങളുടെയും സമുന്നതരായ നേതാക്കളെ, മുടിക്കോട് ജുമാഅത്ത് പള്ളി വിഘടിത വിഭാഗത്തിന്റെ കിരാതമായ അക്രമത്തെ തുറന്ന് അടച്ചുപൂട്ടി എന്ന വാർത്ത കേട്ടുകൊണ്ട് അതിൽ പ്രതിഷേധിക്കുന്നതിനു വേണ്ടി അവിടെ പ്രാദേശികമായ ഒരു ആക്ഷൻ കൗൺസിൽ ഒരു ബഹുജന പ്രതിഷേധ റാലിയും സമ്മേളനവും നടക്കുന്നു എന്ന വാർത്ത കേട്ടുകൊണ്ട് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മഹല്ല് ഭാരവാഹികൾ, വിവിധ സംഘടനാ പ്രവർത്തകർ, സഹോദരന്മാർ, നാട്ടുകാർ, ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം, ഇങ്ങനെ പ്രതിഷേധ റാലി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. അത്രയും ദുഃഖത്തോടും വിഷമത്തോടും കൂടിയാണ് ഇങ്ങനൊരു പരിപാടി നമ്മൾ ഓരോരുത്തരും സംഘടിപ്പിക്കേണ്ടി വന്നത് എന്നത് എല്ലാവരും വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ്. അടച്ചുപൂട്ടിയ പള്ളി എത്രയും വേഗം തുറന്നുകൊണ്ട് വിശ്വാസികൾക്ക് പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്നും, അടച്ചുപൂട്ടാൻ കാരണമാകുന്ന വിധം മഗ്രിബ് നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന ഇമാമിനെയും മറ്റു അവിടെ കൂടിയ ആളുകളെയും മാരകായുധങ്ങളുമായി മർദ്ദിക്കാൻ നേതൃത്വം കൊടുത്തവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്തുകൊണ്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധ റാലി നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും നമ്മുടെ ബഹുമാന്യരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം പിടികിട്ടിക്കാണും. സംഗതി പള്ളി പൂട്ടുന്നതിനു വേണ്ടി റിപ്പോർട്ട് എഴുതി കൊടുത്ത അത്ര പെട്ടെന്ന്, ഇത്ര എളുപ്പമല്ല സമസ്തയും പോഷക സംഘടനകളും ഒരു പ്രതിഷേധ റാലി നടത്തിയാൽ അവിടെ ട്രാഫിക് നിയന്ത്രിക്കാൻ എന്ന് ഈ പ്രതിഷേധത്തോടുകൂടി ഇവർക്ക് ബോധ്യമായി കാണുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇവിടെ റോഡ് ബ്ലോക്കാക്കലോ യാത്രക്കാരെ പ്രയാസപ്പെടുത്തലോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കലോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല. പക്ഷേ സംഘാടകരുടെയും നാട്ടുകാരുടെയും ഒക്കെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ കിരാതമായ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. മുടിക്കോട് ജുമാഅത്ത് പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2013 മുതലാണ് ചില വിവാദങ്ങളും പ്രശ്നങ്ങളും അവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഏകദേശം 2 നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു ജുമാഅത്ത് പള്ളിയാണ് മുടിക്കോട് ജുമാഅത്ത് പള്ളി. നമ്മുടെ ഈ പ്രദേശത്തുള്ള ഏറ്റവും പുരാതനമായ ഒരു ജുമാഅത്ത് പള്ളിയാണ്. ഒട്ടേറെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ദർസ് നടത്തുകയും ഒട്ടേറെ പണ്ഡിതന്മാർ ദർസിൽ പഠനം നടത്തിക്കൊണ്ട് പുറത്തു വന്നിട്ടുള്ള ഇസ്ലാമിക വൈജ്ഞാനിക മേഖലയിൽ വലിയ സംഭാവന അർപ്പിച്ചിട്ടുള്ള ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു പുണ്യമായ ഭവനമാണ് മുടിക്കോട് ജുമാഅത്ത് പള്ളി. ഏകദേശം 1.25 നൂറ്റാണ്ട് കാലം പഴക്കമുള്ള ഈ പള്ളിയിൽ കഴിഞ്ഞ 2013 വരെ അവിടെ ആര് ഭരിക്കണം, ഏത് ഗ്രൂപ്പുകാരൻ ഭരിക്കണം, അവിടെ ജനബോഡി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അതിന്റെ മാനദണ്ഡം എന്താകണമെന്നതിനേക്കാൾ ഒക്കെ അപ്പുറം അവിടെ സാധാരണ രീതിയിൽ ആ നാട്ടുകാർ ജനബോഡി യോഗം ചേരുന്നു. അവിടുത്തെ മഹാഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെടുന്നു. ആ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ സമാധാനപരമായി ശാന്തമായി നടന്നു പോകുന്നു. യാതൊരു ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും പഴുതു കൊടുക്കാതെ സത്യസന്ധമായി ഒരു വിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനം എങ്ങനെ പരിപാലിക്കപ്പെടണമോ ആ അർത്ഥത്തിലാണ് നൂറ്റാണ്ടുകളോളം അത് പരിപാലിക്കപ്പെട്ടു പോന്നിരുന്നത്. 2013 ജനുവരി 18 അവിടെ നടന്നിട്ടുള്ള ജനറൽ ബോഡി യോഗത്തിൽ 33 അംഗ കമ്മിറ്റി രൂപം നൽകുകയുണ്ടായി.
ഈ 33 അംഗ കമ്മിറ്റി സാധാരണ ജനബോഡി യോഗത്തിൽ വെച്ചുകൊണ്ട് ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ സംഘടനാപരമായ വീക്ഷണം നോക്കുമ്പോൾ ഒരുപക്ഷെ 8 പേർ മറുഭാഗത്തിന്റെ ആളുകളായിരുന്നു. അവർ മറുഭാഗത്തിന്റെ ആളുകളാണ് എന്ന കാരണത്താൽ ഒരു പരിഗണിക്കാതിരിക്കലോ അല്ലെങ്കിൽ അവരെ പള്ളിയുടെ കാര്യങ്ങളിൽ സഹകരിപ്പിക്കാതിരിക്കലോ ആ നാട്ടിൽ നടന്നിട്ടില്ല. അവർ മറുവിഭാഗത്തിന്റെ ആളുകളാണ്, സംഘടനാപരമായി വ്യത്യസ്തമായി കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നവരാണ്. പക്ഷേ അവിടെ നിലവിലുള്ള അവിടുത്തെ മഹല്ല് കമ്മിറ്റി കാലങ്ങളായി നിലനിർത്തി പോന്നിരുന്ന എല്ലാ കാര്യങ്ങളെയും പിന്തുണച്ചുകൊണ്ടാണ് ഈ 8 അംഗങ്ങൾ ഉൾപ്പെടെയുള്ള 33 അംഗ ആ മാനേജിംഗ് കമ്മിറ്റി പള്ളി പരിപാലിക്കപ്പെട്ടു പോകുന്നത്. അതിനുശേഷമാണ് 2014 ഡിസംബർ 26 അവിടെ വീണ്ടും ജനബോഡി യോഗം ചേരുന്നു. വീണ്ടും ജനബോഡി യോഗം ചേരുമ്പോ കഴിഞ്ഞ 1.25 നൂറ്റാണ്ടുകാലം അവിടെ ജനബോഡി യോഗം ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനദണ്ഡമാണ് അവിടെ സാധാരണ രീതിയിൽ പറയപ്പെട്ടത്. അവിടെ പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു, വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുന്നു, റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. സാധാരണ രീതിയിലുള്ള ജനബോഡി യോഗത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമെത്തിയപ്പോ സാധാരണ സദസ്സിൽ നിന്ന് പേരുകൾ പറയപ്പെടും. പറയുന്ന പേരുകൾ ഏകദേശം 33 അംഗ കമ്മിറ്റിയാണ് അവിടെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും മഹലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 33 അംഗങ്ങൾ തികയുമ്പോ ഇപ്പോൾ എണ്ണം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതിൽ നിന്ന് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന ഒരു പതിവ് രീതിയാണ് അവിടെ ഉണ്ടാവാറുള്ളത്. അല്ലാതെ അവിടെ സ്വാഭാവികമായിട്ടൊന്നുമില്ല. പക്ഷേ ഈ പറയപ്പെട്ട 2014 ഡിസംബർ 24 ആ ജനബോഡി യോഗത്തിൽ ഏകദേശം 13-14 പേരുകൾ പറഞ്ഞപ്പോഴേക്ക് ഒരു വിഭാഗം ആളുകൾ ആ കൂട്ടം എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഇനി ബാക്കിയുള്ളത് ഈ ലിസ്റ്റാണ് ചേർക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് 14 പേരുടെ ലിസ്റ്റ് ഇവരൊന്നിച്ച് അവിടെ സമർപ്പിക്കുന്ന അവിടുത്തെ കീഴ്വഴക്കങ്ങൾക്ക് എതിരായിട്ടുള്ള, സാധാരണ ഒരു യോഗത്തിന്റെ കീഴ്വഴക്കങ്ങൾക്ക് എതിരായിട്ടുള്ള, ആ നാട്ടിൽ ഇന്നുവരെ ഒരു ജനബോഡി യോഗത്തിലും അത്തരം ഒരു മാനദണ്ഡം സ്വീകരിക്കാത്ത രീതിയിൽ അങ്ങനെ ഒരു ലിസ്റ്റിനെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. സ്വാഭാവികമായും ജനബോഡി അംഗങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവർ പറഞ്ഞു, ഇങ്ങനെ രീതി ഇവിടെ ശരിയല്ല, നമ്മൾ സദസ്സിൽ നിന്ന് അഭിപ്രായപ്പെടണം. ആ സദസ്സിൽ നിന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും യോജിച്ചൊരു കമ്മിറ്റി വരണം. ഇതല്ല ഇക്കാലം അത്രയും ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായും അതിന്റെ പേരിൽ വാക്കുതർക്കമുണ്ടായി. അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്തും തള്ളുമുണ്ടായി. സ്വാഭാവികമായും ഇവിടെ ഇരിക്കുന്ന ആ മഹലിന് നേതൃത്വം കൊടുക്കുന്ന MP മുഹമ്മദ് മുസ്ലിയാരെ പോലെയുള്ള, OT മൂസ മുസ്ലിയാരെ പോലെയുള്ള, CH അബ്ദുള്ളക്കുട്ടി മുസ്ലിയാരെ പോലെയുള്ള ആ നാട്ടിലെ ദീനീ കാര്യങ്ങൾക്കും പള്ളിക്കും മദ്രസക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ സ്വാത്വികരായ പണ്ഡിതന്മാർ ഒരിക്കലും ഇത്തരത്തിലുള്ള ബഹളങ്ങൾക്ക് അനുകൂലിക്കാറില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അവര് ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കാറില്ല. സ്വാഭാവികമായും അതെല്ലാം വളരെ പെട്ടെന്ന് മസ്ലഹത്താക്കി പിരിയണമെന്ന് ആഗ്രഹക്കാരായതുകൊണ്ട് അങ്ങനെ ശബ്ദവും ബഹളവും ഒക്കെ ഉണ്ടായി തുടങ്ങിയപ്പോ ഈ യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനബോഡി യോഗം പിരിച്ചുവിട്ടു. സ്വാഭാവികമായും കഴിഞ്ഞ 25 വർഷക്കാലമായി അവിടെ പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്ന CH അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ തൊട്ടടുത്ത വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം എഴുന്നേറ്റുന്നുകൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ഒരു ജനബോഡി ചേർന്നിരുന്നു. അവിടെ ഈ ലിസ്റ്റ് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ ബഹളങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് അന്ന് നമ്മൾ കുറച്ച് മെമ്പർമാരെ തെരഞ്ഞെടുത്തിരുന്നു. അതിന്റെ പ്രസിഡന്റ് ഇക്കാലം അത്രയും അതിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അതിന്റെ ആ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് സ്വാഭാവികമായും ഒരു പ്രസിഡന്റിന്റെ ഉത്തരവാദിത്വം എന്ന നിലയിൽ നല്ല രീതിയിൽ വീണ്ടും ജനബോഡി യോഗം ചേർന്നുകൊണ്ട് കമ്മിറ്റി രൂപീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു നാട്ടിലെ ഉത്തരവാദപ്പെട്ട ഒരു പണ്ഡിതനും നേതാവും ചെയ്യേണ്ട പ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹം പള്ളി മെഹ്റാബിൽ നിന്നുകൊണ്ട് ഈ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു. ഇനി നമുക്ക് എല്ലാവർക്കും സൗകര്യമുള്ള രീതിയിൽ ഒരു ദിവസം ജനബോഡി നടത്തിക്കൊണ്ട് അവിടെ നമുക്ക് കമ്മിറ്റി രൂപീകരിക്കാം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ് പൂർത്തിയാകുന്നതിന് മുമ്പ്, ആ പണ്ഡിതൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പൂർത്തിയാകുന്നതിന് മുമ്പ് മൈക്ക് പിടിച്ചു വാങ്ങിയിട്ട് അവിടെ ബഹളം വെക്കാനും വീണ്ടും പള്ളിക്കകത്ത് അടിപിടി ഉണ്ടാക്കാനുമാണ് മറുഭാഗം ശ്രമിച്ചത്. നിങ്ങൾ ആലോചിക്കണം, നിഷ്പക്ഷമായി ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഈ പ്രസംഗങ്ങളും ഈ പരിപാടികളും വീക്ഷിച്ചുകൊണ്ട് അത് ഓരോ അക്ഷരങ്ങളും എഴുതി പിടിപ്പിക്കുന്ന ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട രഹസ്യാന്വേഷണ വിഭാഗ പോലീസൊക്കെ വളരെ കൃത്യമായി ഇത് മനസ്സിലാക്കണം. ആരാണ് മുടിക്കോട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആലോചിക്കണം. ഇങ്ങനെ അന്ന് ജനബോഡി പിരിച്ചുവിട്ടതിന് ശേഷം അവിടെ നിലവിലുണ്ടായിരുന്ന കാളി മുൻകൈ എടുത്തുകൊണ്ട് അവിടെ ഈ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് ചില ആളുകളെയും നമ്മുടെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെയും നേതാക്കളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് താൽക്കാലികമായ പള്ളി പരിപാലനത്തിനു വേണ്ടിയിട്ട് ഒരു അഡ്ഹോക് കമ്മിറ്റിക്ക് രൂപം നൽകി. 2015 ജനുവരി 30 കാളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന് ഒരു ചെറിയ അഡ്ഹോക് കമ്മിറ്റിക്ക് അവിടെ രൂപം നൽകി. ആ അഡ്ഹോക് കമ്മിറ്റിയാണ് സ്വാഭാവികമായും താൽക്കാലികമായ ഒരു പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ഇവിടെ
ഒരു ജുമാഅത്ത് പള്ളിയിൽ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള അടിപിടിയും പ്രശ്നങ്ങളും ഇതിന്റെ ജനബോർഡ് യോഗത്തിലൊക്കെ ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉടലെടുത്തപ്പോ സ്വാഭാവികമായും വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു മഹല്ല് കമ്മിറ്റി എന്ന നിലയിൽ വഖഫ് ബോർഡ് സ്വാഭാവികമായും ഇടപെട്ടു. വഖഫ് ബോർഡ് ഇടപെട്ടപ്പോ ആ വഖഫ് ബോർഡ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, വഖഫ് ബോർഡ് ഇലക്ഷൻ പ്രഖ്യാപിച്ചു, റിട്ടേണിംഗ് ഓഫീസറെ നിയമിച്ചു. ഇങ്ങനെ വഖഫ് ബോർഡ് റിട്ടേണിംഗ് ഓഫീസറെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനമുണ്ടായപ്പോ അവിടെയുള്ള മറുവിഭാഗത്തിന് മനസ്സിലായി ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ തനിനിറം പുറത്താകും, നമുക്ക് എത്ര സ്വാധീനമുണ്ടെന്ന് ജനങ്ങൾ അറിയും, ഞങ്ങൾക്ക് ഇവിടെ എത്ര പിന്തുണയുണ്ടെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ഒരു നിലയിലും തെരഞ്ഞെടുപ്പ് നടത്താൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരുപാട് കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി. ആദ്യമായി വഖഫ് ബോർഡിൽ അവർ പരാതി കൊടുത്തു. ഈ സമയത്ത് മുടിക്കോട് മഹല്ലിൽ വഖഫ് ബോർഡ് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ അടിപിടി ഉണ്ടാകും, സംഘർഷമുണ്ടാകും, അതുകൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവിടെ സർക്കാരിന്റെ ഒരു സംവിധാനമായ വഖഫ് ബോർഡ് തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ ഇവിടെ ആരെങ്കിലും അടിപിടി നോക്കി നിൽക്കേണ്ട കാര്യമുണ്ടോ? ആവശ്യമായ സർക്കാർ സംവിധാനം എന്ന നിലയിൽ ഇവിടെ നമ്മുടെ രാജ്യത്തുടനീളം പല തെരഞ്ഞെടുപ്പും വരാറുണ്ട്. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ പല സംഘർഷങ്ങളും വരാറുണ്ട്. പക്ഷേ എവിടെയെങ്കിലും സംഘർഷമുണ്ടാകുമെന്ന് കരുതിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാറില്ല. സ്വാഭാവികമായും വഖഫ് ബോർഡ് ഈ പരാതി തള്ളി. വഖഫ് ബോർഡ് ഈ പരാതി തള്ളിയപ്പോ ഇവർ വിട്ടില്ല. ഇവർ വഖഫ് ട്രൈബ്യൂണലിൽ പോയിക്കൊണ്ട് പറഞ്ഞു. വഖഫ് ബോർഡ് തള്ളിയതിനു ശേഷം അപ്പീൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, മുടിക്കോട് മഹല്ലിൽ വഖഫ് ബോർഡ് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അവിടെ പ്രശ്നമുണ്ടാകും, അവിടെ സംഘർഷമുണ്ടാകുമെന്ന് പറഞ്ഞു. വഖഫ് ട്രൈബ്യൂണലും ഇവരുടെ അപ്പീൽ തള്ളി. അതിനുശേഷം വഖഫ് ബോർഡ് നേരിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. 2016 ഡിസംബർ 28 വഖഫ് ബോർഡ് തെരഞ്ഞെടുപ്പ് നടത്തി. ആ തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പിന്തുണക്കുന്നവരുടെ ആ പാനൽ വിജയിക്കുമെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞപ്പോ ഇവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. നിങ്ങൾ ആലോചിക്കണം, സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നു, ഇവിടെ വലിയ ഗീർവാണ പ്രസംഗം നടത്തുന്ന ആളുകൾ വളരെ കൃത്യമായി പറയണം, ഒരു നാട്ടിൽ ആരാണ് പള്ളി ഭരിക്കേണ്ടത്, ആരാണ് മദ്രസ ഭരിക്കേണ്ടത്. പള്ളിയുടെയും മദ്രസയുടെയും കാര്യം മാത്രമല്ല, ഒരു ജനാധിപത്യ സമൂഹത്തിൽ അവിടുത്തെ പൊതുകാര്യങ്ങൾ ആര് കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അവിടുത്തെ മഹാഭൂരിപക്ഷം ജനങ്ങൾ തീരുമാനിക്കുന്നിടത്തല്ലേ. ഇന്ന് നിങ്ങൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് വരാൻ തയ്യാറുണ്ടോ? ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പോലും അവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാനലാണ് ആ പള്ളിയുടെ ഭരണം ഏറ്റെടുക്കുക എന്ന കാര്യത്തിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ട്. അത്രയും അടിത്തറയുള്ള ജനപിന്തുണയുള്ള പൂർണ്ണമായും ജനങ്ങളെ വിശ്വാസമർപ്പിക്കുന്ന ആദരണീയരായ പണ്ഡിതന്മാരും നേതാക്കളുമാണ് അവിടുത്തെ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നത്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പിന്തുണക്കുന്ന പാനൽ വിജയിച്ചു. ബഹുമാന്യനായ MP മുഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റും OT മൂസ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള പാനലിനെ വഖഫ് ബോർഡ് ഔദ്യോഗികമായി തെരഞ്ഞെടുത്തുകൊണ്ട് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട രേഖകൾ ഇവിടെ ഈ കമ്മിറ്റിക്ക് കൈമാറി. നിങ്ങളാണ് വഖഫ് ബോർഡ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഈ രാജ്യത്തിന്റെ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങളിൽ ആധികാരികമായി തീർപ്പ് കൽപ്പിക്കപ്പെടേണ്ട കേരള വഖഫ് ബോർഡ് അവിടെ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിക്കപ്പെട്ട പാനൽ ആ മുടിക്കോട് മഹല്ല് ജമാഅത്ത് ഭരിക്കേണ്ട ഉത്തരവാദിത്വം ഈ രണ്ടാളുകൾ ഉൾപ്പെടുന്ന ആ കമ്മിറ്റിക്ക് നൽകി. ആ കമ്മിറ്റിയാണ് അവിടെ പള്ളി ഭരണവും പരിപാലനവും നടത്തി വന്നിരുന്നത്. അവസാനം ഈ വഖഫ് ബോർഡിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വഖഫ് ബോർഡിലേക്ക് വീണ്ടും പരാതി കൊടുത്തു. വഖഫ് ബോർഡ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം, ഈ തെരഞ്ഞെടുപ്പ് സാധുവായിട്ടില്ല, അത് അസാധുവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡിലേക്ക് തെരഞ്ഞെടുപ്പ് പരാതി കൊടുത്തു. വഖഫ് ബോർഡ് ആ പരാതി സ്വീകരിച്ചുകൊണ്ട് ആ ചുരുട്ടി മടക്കി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ പരാതി സ്വീകരിച്ചില്ല. രണ്ടാമത് ഇവർ വീണ്ടും വഖഫ് ട്രൈബ്യൂണലിലേക്ക് പോയി. വഖഫ് ട്രൈബ്യൂണലിലേക്ക് പോയതിനു ശേഷം അവിടെ പറഞ്ഞു, വഖഫ് ബോർഡ് നടത്തിയ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണം, ആ തെരഞ്ഞെടുപ്പിനെ സ്വീകരിക്കാൻ പാടില്ല, അത് നിയമവിധേയമല്ല എന്ന് പറഞ്ഞു. അവർ അപ്പീൽ കൊടുത്ത അപ്പീലിന്റെ പേപ്പർ ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് മാത്രമല്ല, ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ട്രൈബ്യൂണലിലേക്ക് കടന്നു വരരുത് എന്നാണ് ഇവരോട് കൊടുത്ത മറുപടി. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ അവസാനമായി വഖഫ് ട്രൈബ്യൂണൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അപ്പീൽ തള്ളിയത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മഹല്ല് കമ്മിറ്റിയുടെ കാലാവധി 1 വർഷമേ ഉള്ളൂ. 1 വർഷത്തിന് ശേഷം ഈ വഖഫ് ബോർഡ് തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിക്ക് യാതൊരു സാധൂകരണവും ഇല്ല എന്ന് ആരോപണം ഉന്നയിക്കുന്നവരുടെ ഓർമ്മയിലേക്ക് ഞാൻ കൃത്യമായി സൂചിപ്പിക്കുന്നു. ഈ വഖഫ് ബോർഡ് നടത്തിയ തെരഞ്ഞെടുപ്പ് സാധുവല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വഖഫ് ട്രൈബ്യൂണലിലേക്ക് കൊടുത്ത ആ ഹർജി തള്ളിക്കൊണ്ട് വിധി പുറപ്പെടുവിച്ചത് ഇക്കഴിഞ്ഞ ജൂൺ മാസം 17-നാണ്.
അഥവാ അവിടെ മുടിക്കോട് മഹല്ല് കമ്മിറ്റി അവിടെ വഖഫ് ബോർഡ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം 1 വർഷമല്ല, അതിന്റെ മാസങ്ങൾക്ക് ശേഷം ഇവരുടെ ഹർജി തള്ളപ്പെടുമ്പോ നിങ്ങൾ ആലോചിക്കണം, വഖഫ് ബോർഡ് വഖഫ് ട്രൈബ്യൂണൽ ഈ ഹർജി തള്ളുമ്പോൾ പറഞ്ഞത് ഈ നിലവിലുള്ള കമ്മിറ്റി സാധുവാണെന്നാണ്, അത് വഖഫ് ബോർഡ് തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയാണെന്നാണ്. ഈ കമ്മിറ്റി 1 വർഷ കാലാവധിയോടുകൂടി അവസാനിക്കുമായിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ ജൂൺ 17-ാം തീയതി വഖഫ് ബോർഡ് നിങ്ങൾ കൊടുത്ത അപ്പീല് തള്ളിക്കൊണ്ട് വിധി പറയുമ്പോ നിലവിൽ അവിടെ കമ്മിറ്റിയില്ല, 1 വർഷം പൂർത്തിയായിരിക്കുന്നു എന്നല്ല മറുപടി പറയേണ്ടിയിരുന്നത്. അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പ് സാധുവാണ്. ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹല്ല് കമ്മിറ്റിക്ക് എല്ലാവിധ അംഗീകാരവും നൽകിക്കൊണ്ടുള്ള തീരുമാനമാണ് വഖഫ് ബോർഡിന്റെ ഭാഗത്തുണ്ടായത്, പിന്നീട് വഖഫ് ട്രൈബ്യൂണലിന്റെ ഭാഗത്തും ഉണ്ടായത്. ഈ അവസ്ഥ വന്നപ്പോഴാണ് സ്വാഭാവികമായും കോടതിയിൽ പോയി, വഖഫ് ബോർഡിൽ പോയി, ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് നടന്നു. ഇനി ഒരിക്കലും ഈ മുടിക്കോട് ജുമാഅത്ത് പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവകാശവാദം ഉന്നയിക്കാൻ ഞങ്ങൾക്ക് മറ്റൊരു വഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കാലങ്ങളായി മുടിക്കോട് അങ്ങാടികളിലും പരിസര പ്രദേശങ്ങളിലും ഇവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ സ്ഥിരം ഒരു സംസാരമുണ്ട്. ആ സംസാരം എന്താണ്? ഞങ്ങൾക്ക് ഭരിക്കാൻ അവസരമില്ലെങ്കിൽ ആ പള്ളി ഞങ്ങൾ പൂട്ടിക്കും. നിങ്ങൾ ആലോചിക്കണം, ആ പള്ളി ഞങ്ങൾ പൂട്ടിക്കും. യാതൊരു ഉളുപ്പുമില്ലാതെ പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് ആ പള്ളി ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കതിൽ പകുതി പ്രാതിനിധ്യമില്ലെങ്കിൽ ഞങ്ങൾ ആ പള്ളി പൂട്ടിക്കും. ഞങ്ങൾ ആ പള്ളി പൂട്ടിക്കുമെന്ന് പറയുന്നത് ഏതെങ്കിലും നരേന്ദ്രമോദിയുടെ അനുയായിയല്ല, BJP-ക്കാരല്ല, RSS-കാരല്ല. നേരെ മറിച്ച് ഇവിടെ പള്ളിയുടെയും മസ്ജിദിന്റെയും മഹത്വമൊക്കെ വിളിച്ചോതുന്ന, ഏറ്റവും കൂടുതൽ ഇവിടെ നേരത്തെ ഹമീദ് ഫൈസി സൂചിപ്പിച്ചതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും തീവ്രത കൂടിയ വിഭാഗമെന്ന് അവകാശം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാ പറഞ്ഞത്, ഞങ്ങൾക്ക് ആ ഭരണത്തിൽ പകുതി പങ്കാളിത്തമില്ലെങ്കിൽ ഞങ്ങൾ ആ പള്ളി പൂട്ടിക്കുമെന്ന് പറഞ്ഞു. സ്വാഭാവികമായും നിങ്ങൾ ആലോചിക്കണം, ഇവർക്ക് മുടിക്കോടുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരെ വകവരുത്താനോ അവരെ മർദ്ദിക്കാനോ അവർക്ക് നേരെ കലാപം വഴിച്ചുവിടാനോ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് അവസരങ്ങൾ മുടിക്കോടിന്റെ പ്രാന്തപ്രദേശങ്ങളിലുണ്ട്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. വിശാലമായ ആ മഹലിന്റെ പരിസരങ്ങളിലോ അല്ലെങ്കിൽ മഹലിന്റെ പുറത്തോ പല പ്രദേശങ്ങൾ വെച്ചുകൊണ്ട് ഇവർക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ വിരോധം തീർക്കാൻ അവസരമുണ്ട്, അടിക്കാൻ അവസരമുണ്ട്, മർദ്ദിക്കാൻ അവസരമുണ്ട്, ഇവർക്ക് സൗകര്യമുള്ള ഏത് രീതിയിലും ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷെ ഇവരുടെ താല്പര്യം എന്താണ്? ആരെങ്കിലും അടിക്കലല്ല, ആരെങ്കിലും ഇടിക്കലല്ല, അല്ലെങ്കിൽ മർദ്ദനം അഴിച്ചുവിടലല്ല, പള്ളി പൂട്ടിക്കലാണ്. പള്ളി പൂട്ടിക്കണമെങ്കിൽ എന്തു വേണം? പള്ളിക്കകത്ത് സംഘർഷം ഉണ്ടാക്കണം. പള്ളിക്കകത്ത് സംഘർഷം ഉണ്ടാക്കണം. നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർ പറഞ്ഞു, പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് അവരെന്ത് സംഘർഷത്തിന് മുതിർന്നു വന്നാലും നമ്മൾ തൽക്കാലം ഒന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ നിൽക്കാനേ പാടുള്ളൂ. കാരണം അവരുടെ ആവശ്യം എന്താണ്? പള്ളിക്കകത്ത് സംഘർഷമുണ്ടാക്കി പള്ളി പൂട്ടി എന്ന് വരുത്തി തീർക്കണം. അതുകൊണ്ട് പള്ളിക്കകത്ത് അവരെന്ത് പ്രശ്നമുണ്ടാക്കിയാലും ഒഴിഞ്ഞു മാറി പോയിക്കൊള്ളണം. അവിടെ സംഘർഷത്തെ നിൽക്കരുത്, അവിടെ പ്രതിരോധിക്കാൻ പോലും നിൽക്കരുത്. ഇതാണ് പറഞ്ഞത്. അല്ലാതെ പള്ളിക്കകത്ത് അടിപിടി ഉണ്ടാക്കുമ്പോ അവിടെ തിരിച്ചു കൊടുക്കാൻ ആരോഗ്യമില്ല ചെറുപ്പക്കാർ ആ മുടിക്കോട് പ്രദേശത്ത് ഇല്ലാത്തതുകൊണ്ടല്ല, അതിന്റെ പേരിൽ അവിടെ ഒരു പള്ളിയിൽ സംഘർഷമുണ്ടായി പള്ളി പൂട്ടാനുള്ള ഇവരുടെ അജണ്ട വിജയിക്കരുത് എന്ന കാരണം കൊണ്ടാണ് പള്ളിക്കകത്ത് ഇവർ സംഘർഷമുണ്ടാക്കിയപ്പോഴൊക്കെ കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട്, അറിഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന സമീപനം ഉണ്ടാക്കിയത്. സ്വാഭാവികമായും പള്ളിക്കകത്ത് സംഘർഷമുണ്ടാക്കാതെ പള്ളി പൂട്ടാൻ മറ്റു വഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോ അവസാനം അവിടെ സാധാരണ പള്ളി മഹല്ല് ഭാരവാഹികളുടെ പേരുവിവര പട്ടിക പ്രസിദ്ധീകരിക്കാറുണ്ട്, നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കാറുണ്ട്. അത് ആരുടെയും ഔദാര്യത്തിന്റെ പേരിലല്ല, ആ നാട്ടുകാർ പോലും സ്വയം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയല്ല, വഖഫ് ബോർഡിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളുടെ പേര് വിവരം പള്ളിക്ക് മുമ്പിൽ നോട്ടീസായി പതിച്ചു വെക്കും. നോട്ടീസായി പതിച്ചു വെക്കുമ്പോ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേക്ക് ഈ നോട്ടീസ് ചീന്തിപ്പോയിട്ടുണ്ടാകും. 4 ദിവസം കഴിഞ്ഞ് വീണ്ടും അത് വെക്കും, പിന്നീടും അത് പൊളിച്ചു മാറ്റും. സാധാരണ ഇവർക്ക് അങ്ങനെ നോട്ടീസ് ചീന്താനുള്ള ഒരു അവസരം കൊടുക്കണ്ട എന്ന നിലയിൽ മഹല്ല് കമ്മിറ്റി അത്യാവശ്യം ഉറപ്പുള്ള ഒരു ഫ്രെയിമൊക്കെ വെച്ചുകൊണ്ട് നല്ലൊരു ഒരു ഷീറ്റിൽ ആ മഹല്ല് ഭാരവാഹികളുടെ രീതി അവിടെ എഴുതി വെച്ചപ്പോ പിറ്റേ ദിവസം വന്നുകൊണ്ട് ഈ മഹല്ലിന്റെ ഭാരവാഹി പട്ടിക എഴുതി വെച്ച് ആ ബോർഡിൽ ഇവർ ഒരു പച്ച പെയിന്റ് കൊണ്ടുവന്ന് ഒഴിച്ചു. നിങ്ങൾ ആലോചിക്കണം, പച്ച പെയിന്റ് കൊണ്ടുവന്നുകൊണ്ട് ഈ മഹല്ല് ഭാരവാഹികളുടെ പട്ടികയ്ക്ക് മുമ്പിൽ ഒഴിച്ചു വെക്കുന്നു. എന്തിനാണ് ഇതിന്റെയൊക്കെ താല്പര്യം? പള്ളിയിൽ സംഘർഷം ഉണ്ടാവണം. സ്വാഭാവികമായും ഇങ്ങനെ ഈ ബോർഡിൽ പെയിന്റ് അടിക്കാനും അവിടെ നോട്ടീസ് പറിക്കാനും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കശപിശ ഉണ്ടാക്കിയിട്ട് പള്ളിയിൽ സംഘർഷമുണ്ടായി, ആ പള്ളിയിൽ സംഘർഷമുണ്ടായി എന്ന് കേൾക്കാൻ കാത്തു നിൽക്കുന്ന ചില ആളുകൾ റിപ്പോർട്ട് എഴുതാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ സംഘർഷം ഉണ്ടാക്കുന്ന കാര്യം ഞങ്ങളേറ്റു, ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിയിൽ ഒപ്പിടേണ്ട
താമസമുള്ളൂ, ബാക്കി ഞാനേറ്റു എന്ന് പറഞ്ഞ ചില ആളുകളും ഇവിടെ ഉണ്ട്. അവരെ ഒന്നും ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടല്ല, ഞങ്ങളെ മാന്യത കൊണ്ടാണ് ഞങ്ങൾ ആ രീതിയിൽ സംസാരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, പേരിൽ മാത്രം ദയ ഉണ്ടായതുകൊണ്ട് കാര്യമായില്ല, ജീവിതത്തിലും അത് ശീലിക്കാൻ അത്തരം ആളുകൾ തയ്യാറാവണമെന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നു. അത് അറിയേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ രീതിയിൽ പള്ളിയിൽ സംഘർഷം ഉണ്ടാക്കിയിട്ട് അടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ നോട്ടീസ് ബോർഡിൽ പെയിന്റ് അടിച്ചു. നോട്ടീസ് ബോർഡിൽ പെയിന്റ് അടിച്ചപ്പോ സ്വാഭാവികമായും പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. ഇങ്ങനെ പള്ളിയിൽ ഓരോ ദിവസം സംഘർഷം ഉണ്ടാക്കുമ്പോഴൊക്കെ മഹല്ല് കമ്മിറ്റി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്, പരാതി കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും പരിഹാരമില്ല. അതിന് പരിഹാരമില്ലെങ്കിൽ പോലും അതിന് പരിഹാരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധത്തിനോ മറ്റോ നമ്മുടെ സംഘടനയോ മഹല്ല് കമ്മിറ്റിയോ എവിടെയും പോയിട്ടില്ല. ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ടപ്പോഴും അവിടെ സംഘർഷം ഉണ്ടാകുന്നില്ല, പള്ളിക്കകത്ത് വീണ്ടും സംഘർഷം ഉണ്ടാകുന്നില്ല. പിന്നെ ഉണ്ടാകാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു ദിവസം ജുമാ കഴിഞ്ഞിട്ട് അവിടെ സാധാരണ ആ പള്ളി പരിപാലനത്തിന് വേണ്ടി ബക്കറ്റ് കലക്ഷൻ നടത്താറുണ്ട്. ബക്കറ്റ് കലക്ഷൻ നടത്തുന്ന ആളുകൾ ആ ബക്കറ്റ് കലക്ഷൻ നടത്തി അത് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിഭാഗത്തിൽപ്പെട്ട 1-2 ആളുകൾ ആ ബക്കറ്റും പിടിച്ചുകൊണ്ട് ഓടി. നിങ്ങൾക്ക് കാശ് കൊണ്ട് ഓടിപ്പോകാൻ വലിയ താല്പര്യമാണെന്ന് നമുക്കറിയാം. പക്ഷേ പള്ളിയുടെ പണം ഇത് ഏതെങ്കിലും മുടിപ്പള്ളിക്ക് വേണ്ടി പിരിച്ച പണമല്ല. കാലങ്ങളായി മുടിക്കോട് പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി ഓരോ വെള്ളിയാഴ്ചയും പിരിച്ചെടുത്തുകൊണ്ട് പണമാണ്. ആ പള്ളിയുടെ പണം എടുത്തുകൊണ്ട് ഇവരോടിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പള്ളിയുടെ പണം എടുത്തുകൊണ്ട് ഓടിപ്പോകുന്ന സമയത്ത് നമ്മുടെ ഉത്തരവാദപ്പെട്ട മഹല്ല് ഭാരവാഹികൾ അവിടെ മഫ്തി വേഷത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, ഇതാ ഈ പള്ളി കമ്മിറ്റിയുടെ പണം കൊണ്ട് ഓടുന്നു, നിങ്ങൾ പിടിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മട്ട്, അദ്ദേഹം ഏതോ ശവത്തിന് കാവൽ നിൽക്കാവുന്ന പോലീസുകാരന്റെ പോലെയാണ്. അദ്ദേഹത്തിന് അതൊന്നും ബാധ്യതയില്ല. കാരണം ശവത്തിന് കാവൽ നിൽക്കാമെന്നൊക്കെ പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം ആ ശവം ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ നോക്കിയാൽ മതി. കാരണം ശവത്തിന് ജീവൻ ഉണ്ടാവില്ല, ഒരു പ്രയാസവും. ഇത്തരത്തിൽ ശവത്തിന് കാവൽ നിൽക്കുന്ന അത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് അവിടെ നിയമിച്ചത്. നിങ്ങൾ ആലോചിക്കണം, അവിടെ ആ ബക്കറ്റ് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. അവസാനം അതിന്റെ പേരിലും വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. വീണ്ടും അതിനുവേണ്ടി പരാതി കൊടുത്തു. പള്ളി കമ്മിറ്റിയുടെ ബക്കറ്റ് പണം സഹിതം മോഷ്ടിച്ച് തട്ടിപ്പറിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പരാതി കൊടുത്തു. പോലീസ് ഓഫീസർ അത് കേസെടുത്തതിന് ശേഷം അവര് പറഞ്ഞു, ഇത്തരം ആളുകളെ ബന്ധപ്പെട്ടതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ ആ പണം മുഴുവൻ ഇവിടെ എത്തിക്കാതെ ഇവനെ വിടില്ല. ഒരുത്തനെ പിടിച്ചുകൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇവനെ വിടാം, നിങ്ങൾ പിരിച്ചുകൊടുത്തിട്ടുള്ള ആ പണം ഇവിടെ എത്തിക്കണം. ആ പണം ഇവിടെ എത്തിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാതെ ഇവനെ തിരിച്ചുവിടില്ല, ഇവനെ പോലീസ് സ്റ്റേഷനിൽ വിടില്ല എന്ന് പറഞ്ഞപ്പോ ഇവർ മാന്യമായി ഇവര് കട്ടുകൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരുന്ന ആ പണവും ബക്കറ്റും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഹാജരാക്കി. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോ അദ്ദേഹത്തെ ആ പിടിച്ചുകൊണ്ടുപോയ ആളെ ജാമ്യത്തിൽ വിട്ടു, പോലീസ് സ്റ്റേഷനിലെ ജാമ്യത്തിൽ വിട്ടു. ഇപ്പോ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളത് പള്ളി കമ്മിറ്റിയിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും പിരിച്ചുകൊണ്ടിരിക്കുന്ന കാശൊക്കെ ഇവര് സാധാരണ പോക്കറ്റിടാനാണ് പതിവ്, അതുകൊണ്ട് ഞങ്ങളത് കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തു എന്നാണ്. നിങ്ങളാരും നിങ്ങളുടെ ഔദാര്യം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തതല്ല. ഈ മഹല്ല് കമ്മിറ്റി പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പിടിക്കപ്പെട്ട ആളെ ജാമ്യത്തിൽ വിടണമെങ്കിൽ നിങ്ങൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോയ ആ ബക്കറ്റും പണവും ഇവിടെ എത്തിച്ചു തരണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് നിങ്ങൾ അത് എത്തിച്ചു കൊടുക്കേണ്ടി വന്നത്. ഏതായാലും അതും കഴിഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, അപ്പോഴും അവിടെ സംഘർഷം ഉണ്ടാക്കാമായിരുന്നു. ഒരു ബക്കറ്റ് കൊണ്ട് പോകുന്നവനെ പിടിച്ചു തക്കാൻ അവിടെ ആളില്ലാത്തതുകൊണ്ടല്ല, ആ ബക്കറ്റ് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നവനെ അവരെ ശരിക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ അവിടെ ആളില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ പള്ളി കോമ്പൗണ്ടിൽ വെച്ചുകൊണ്ടാണ്, പള്ളിക്കകത്ത് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അതിന്റെ പേരിൽ ഒരു സംഘർഷമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പള്ളി പൂട്ടുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഞങ്ങൾ പള്ളി പൂട്ടിക്കുമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും പള്ളിയുടെ കോമ്പൗണ്ടിൽ വെച്ചുകൊണ്ട് നിരന്തരമായി ഇത്തരം ശ്രമങ്ങൾ നടത്തിയപ്പോഴൊക്കെ അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മാത്രം വിവരം അറിയിച്ചുകൊണ്ട് മാത്രം നിന്നു. അപ്പോഴും സമാധാനം കാക്ഷിച്ചപ്പോ ഇവർക്ക് മനസ്സിലായി, ഇനി നല്ല രീതിയിൽ ഓപ്പറേഷൻ നടത്താതെ പള്ളി പൂട്ടാൻ വഴിയില്ല. അങ്ങനെയാണ് പിറ്റേ ദിവസം അവിടെ മഗ്‌രിബ് നിസ്കാരം ജമാഅത്തായിട്ട് നടക്കുന്നു. ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് അവിടുത്തെ പള്ളി ഇമാം ആ മിഹ്റാബിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. ആ സമയത്താണ് അവിടെ നിസ്കാരത്തിലോ ജമാഅത്തിലോ പോലും കൂടാതെ ആ സമയം കണക്കാക്കിയിട്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ വളരെ തന്ത്രപരമായി മാരകായുധങ്ങളും വടിവാളുകളുമായിട്ട് ഇരച്ച് പള്ളിയിലേക്ക് അകത്ത് കയറിയിട്ട് ഈ ഇമാമിനെയും അവിടെ നിസ്കരിക്കാൻ വന്ന ആളുകളെയും വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ചയുണ്ടായത്. ഇവിടെ എന്താണ് ഇവരുടെ പ്രസംഗത്തിൽ പറഞ്ഞത്?
ഇവരുടെ പ്രസംഗത്തിൽ പറഞ്ഞത്, അവിടെ ഞങ്ങൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ചെന്ന സമയത്ത് തന്നെ എന്താണ് ഈ പള്ളിയിൽ ഏപ്പിക്കാർക്ക് കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നേരെ ചീറിയെടുത്തു എന്നാണ് ഇവർ പറഞ്ഞത്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട. ഇവിടെ മലപ്പുറം നിയോജക മണ്ഡലം MLA ആയിട്ടുള്ള മുടിക്കോട് പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ള ആ വിഷയത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഉബൈദുള്ള സാഹിബ് കഴിഞ്ഞ ദിവസമാ സമ്മേളനത്തിൽ സബ്മിഷൻ ഉന്നയിച്ചു. അദ്ദേഹം ചോദിച്ചു, ഇതാ മുടിക്കോട് ജുമാഅത്ത് പള്ളിയിൽ ഈ രീതിയിൽ അക്രമം നടന്നിട്ടുണ്ട്, പള്ളി ഇമാമിനെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ അക്രമത്തിനിരയായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്, അതിന്റെ പേരിൽ പോലീസ് പള്ളി പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്, ഇതിനൊരു പരിഹാരമുണ്ടാക്കി തരണം, ഉടനെ പള്ളി വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കാനും ആക്രമത്തിന് നേതൃത്വം കൊടുത്ത അക്രമകാരികളെ അറസ്റ്റ് ചെയ്യാനും നടപടി സ്വീകരിക്കണമെന്ന് ഉബൈദുള്ള സാഹിബ് സബ്മിഷൻ ഉന്നയിച്ചപ്പോ നിങ്ങൾ ആലോചിക്കണം, അതിന് മുഖ്യമന്ത്രി പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മുഖ്യമന്ത്രി പറഞ്ഞ ഓരോ വാക്കുകളല്ല, ഓരോ അക്ഷരങ്ങളും നിയമസഭാ രേഖയിലുള്ളതാണ്. നാളത്തെ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് വളരെ പരമപ്രധാനമായ രേഖയാണ്. ഈ കേരള സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞു, അവിടെ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ പള്ളി ഇമാം മുഹമ്മദ് ബഷീർ ദാരിമി ഉൾപ്പെടെയുള്ള ആളുകളെ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. പോലീസ് 307 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കേസെടുത്തിട്ടുണ്ട്. 2 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഒളിവിൽ പോയിട്ടുണ്ട്. ഒരിക്കലും സമസ്തയോ അല്ലെങ്കിൽ അവിടുത്തെ മഹല്ല് കമ്മിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള പ്രവർത്തകരോ അവിടെ അക്രമം നടത്തിയെന്നോ അവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നോ അവർ നിസ്കാരത്തിന് തടസ്സം സൃഷ്ടിച്ചിട്ടോ എന്നോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അക്രമകാരികൾ നിങ്ങളാണെന്നും ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെ കേസെടുത്തിട്ടുണ്ടെന്നും 2 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ബാക്കിയുള്ള ആളുകൾ ഒളിവിൽ പോയതാണ്, വൈകാതെ പിടികൂടുമെന്ന് പറഞ്ഞത് നിയമസഭയിൽ വെച്ചുകൊണ്ടാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരിക്കലും ഞങ്ങൾ എന്തെങ്കിലും അസംബന്ധം വിളിച്ചു പറയുന്നതല്ല. ഈ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട ആഭ്യന്തര വകുപ്പും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെ ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അർത്ഥത്തിൽ ഇങ്ങനെ നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കേണ്ടതുണ്ട്. ഇങ്ങനെ നിരന്തരമായി ഈ പള്ളി പൂട്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഈ സംഘർഷമുണ്ടാക്കി അവിടെ പള്ളി ഇമാമിനെ വലിച്ചടച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ള ശ്രമം തന്നെയാണ് നടത്തിയത്. അദ്ദേഹത്തിന്റെ കഴുത്തിന് നേരെ വാളുകൊണ്ട് വെട്ടിയപ്പോ അദ്ദേഹം എന്തോ യാദൃച്ഛികമായി ഒരു പക്ഷേ അള്ളാഹുവിന്റെ കാവൽ ആ മനുഷ്യന് കൈകൊണ്ട് തടയാൻ സാധിച്ചതുകൊണ്ട് മാത്രം ആ വെട്ട് കഴുത്തിന് കൊണ്ടില്ല. ഒന്നുകിൽ ആ കഴുത്തിന് കൊള്ളാതെ ആ കൈകൊണ്ട് തടയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നില വളരെ ഗുരുതരമായിരുന്നു. ആ അർത്ഥത്തിലുള്ള ക്രൂരമായ ആയുധങ്ങളുമായിട്ടാണ് പള്ളിക്കകത്ത് കയറിക്കൊണ്ട് അക്രമം നടത്തിയത്. ഈ സംഘർഷത്തെ മുൻനിർത്തിക്കൊണ്ട് പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടുത്തെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ചർച്ചയ്ക്ക് എന്ന് വ്യാജേന വിളിക്കുന്നു. അവിടെ പറയാനൊന്നും അവസരമില്ല. അവിടുത്തെ ഈ RDO തന്നെ ഇവരെ വിളിച്ചു ചേർത്തുകൊണ്ട് ആദ്യമായിട്ട് പറയുന്നത് എന്താണ്? പൂട്ടാനുള്ള എല്ലാ റിപ്പോർട്ടും എന്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, തൂക്കിക്കൊല്ലാൻ നേരത്ത് പറയാലോ, അവസാനമായിട്ട് എന്തെങ്കിലും പറയാണ്ടോന്ന്. അത്തരമൊരു ചോദ്യം. പൂട്ടാനുള്ള റിപ്പോർട്ടൊക്കെ എന്റെ കയ്യിലുണ്ട്, പൂട്ടാൻ ആവശ്യമായ എല്ലാ രേഖകളും ശരിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം എന്ന രീതിയിലാണ് പറയുന്നത്. സ്വാഭാവികമായും അവിടെ നടന്നിട്ടുള്ള ആ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ മൂസ മുസ്ലിയാർ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ആലോചിക്കണം, അവിടെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ ആളുകളാണ് അക്രമം നടത്തിയത്, APക്കാർക്ക് എന്താണ് ഇവിടെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അക്രമത്തിന് നേതൃത്വം കൊടുത്തുവെങ്കിൽ ഒരിക്കലും ആ അക്രമത്തിൽ നമ്മളാരും പങ്കാളികളല്ല. ആ അക്രമത്തിന്റെ പേരിൽ ഇന്നുവരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. കേസെടുത്തത് മറുവിഭാഗത്തിനാണ്. ഗുരുതരമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോട് പറയുന്നു, കേവലം 2 പേർ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വിഷയത്തിലെ നടപടി പൂർത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയും കണ്ണിൽ പൊടിയിടാൻ നിൽക്കണ്ട. അതിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വരുമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ ഇന്ന് ആ മുടിക്കോട് ജുമാഅത്ത് പള്ളി അടച്ചുപൂട്ടിയിരിക്കുന്നു. ഈ അടച്ചുപൂട്ടിയ സമയത്ത് ആ നേരത്തെ ഇവിടെ പറഞ്ഞ ചർച്ചയിൽ അവരുന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഖത്തീബിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ആ ഖത്തീബിനെ നമ്മുടെ ഖത്തീബിനെ വെക്കാൻ പാടില്ല, വഖഫ് ബോർഡിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി നിയമിച്ച ഖത്തീബിനെ വെക്കാൻ പാടില്ല, അദ്ദേഹത്തിന്റെ പ്രതിനിധിയെ വെക്കാൻ പാടില്ല. എന്നാൽ ഇവര് പറഞ്ഞ ആളെ വെക്കാത്തതിന്റെ പേരിലാണ് ആ അടച്ചുപൂട്ടിയതെന്ന ദുഷ്പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവര് പറഞ്ഞു, നിങ്ങളൊരു ഖത്തീബിനെ കൊണ്ടുവരിക. ഇവര് കൊണ്ടുവന്ന ഓഫറാണ്, ഇവരുടെ ഒരു നിർദ്ദേശമാണ്, നിങ്ങളൊരു ഖത്തീബിനെ കൊണ്ടുവരിക, ഞങ്ങളും ഒരു ഖത്തീബിനെ കൊണ്ടുവരാം. എന്നിട്ട് 2 ഖത്തീബിനെയും നമുക്ക് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ കൊണ്ടുപോകാം, നമ്മുടെ SIന്റെ മുമ്പാകെ കൊണ്ടുപോകാം.
എന്നിട്ട് SI ഒന്നുകിൽ നറുക്കിട്ടുകൊണ്ട് ഖത്തീബിനെ തെരഞ്ഞു കൊടുത്തോട്ടെ. കാരണം ഇവർക്ക് നഷ്ടമൊന്നുമില്ല. നറുക്ക് വീണിട്ട് ഒരു ഖത്തീബിനെ കിട്ടുകയാണെങ്കിൽ ലാഭം, ഇല്ലെങ്കിലോ ഒന്നുമില്ല, നഷ്ടമൊന്നുമില്ല. അപ്പൊ ഞങ്ങളൊരു ഖത്തീബിനെ കൊണ്ടുവരാം, നിങ്ങളും ഒരു ഖത്തീബിനെ കൊണ്ടുവന്നോ, എന്നിട്ട് നമ്മുടെ SI സാറ് അങ്ങനെ നറുക്കിടട്ടെ, ആ നറുക്കിട്ടിൽ കിട്ടുന്ന ആളെ നമുക്ക് ഖത്തീബായിട്ട് സ്വീകരിക്കാം. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാര് തീരുമാനിക്കട്ടെ, നമുക്കത് വേവലാതില്ല. എന്തായാലും ഈ പണ്ഡിതന്മാര് തീരുമാനിക്കാൻ പാടില്ല. നമ്മുടെ SI ബഹുമാനായ ദയാശീലൻ സാറ് 2 ഖത്തീബുമാരെ മുന്നിൽ നിർത്തണം. എന്നിട്ട് 2 പേരോടൊന്ന് ഫാത്തിഹ സൂറത്ത് ഓതിക്കെ, എന്നിട്ട് അദ്ദേഹം തജ്വീദ് അനുസരിച്ച് ഓതാനൊക്കെ കഴിയുമോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് അദ്ദേഹം ഏതാണ് നല്ല ഖത്തീബ്, ഏതാണ് നല്ല ഇമാമ് എന്ന് തീരുമാനിക്കണം. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ വെച്ച നീചമായ നിർദ്ദേശം ഇതായിരുന്നു. എങ്ങനെ ഇത് സ്വീകരിക്കാൻ സാധിക്കും? ആർക്കെങ്കിലും സ്വീകരിക്കാൻ കഴിയോ? ഈ രീതിയിലുള്ള വളരെ അബദ്ധജടിലമായ ചില അബദ്ധജടിലമായ നിർദ്ദേശങ്ങൾ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പള്ളി പൂട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് അവസാനം ഈ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തി. നിങ്ങൾ ആലോചിക്കണം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമാനുസൃതമായി ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കമ്മിറ്റി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 175 കൊല്ലം പഴക്കമുള്ള പള്ളി എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ 200 കൊല്ലം പഴക്കമുള്ള പള്ളി എന്ന് പറയുന്നുണ്ട്. ഈ 175 കൊല്ലം മുമ്പ് സമസ്ത ഉണ്ടായിരുന്നോ? സമസ്തന്റെ പള്ളിയാന്നാ പറഞ്ഞാൽ, സമസ്തയുടെ പള്ളിയാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ സമസ്ത ഒരു 90-91 വർഷമായിട്ടേ രൂപീകരിച്ചിട്ടുള്ളൂ. അപ്പൊ 175 വർഷം പഴക്കമുള്ള ആ പള്ളി എങ്ങനെ സമസ്തയുടെ പള്ളിയാകും? സമസ്ത ഉണ്ടാകുന്നതിന്റെ 100 കൊല്ലം മുമ്പുണ്ടാക്കിയ പള്ളിയല്ലേ? പിന്നെ എങ്ങനെയാണ് സമസ്തയുടെ പള്ളി എന്ന് നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കണം, 1985 എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുലമക്കകത്ത് വിഭാഗീയതയുണ്ടായി. ഈ വിഭാഗത്തെ മാറ്റി നിർത്തപ്പെടുന്നതിന്റെയും 4 വർഷം മുമ്പ് 1985 102-ാം നമ്പറായിട്ട് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചുകൊണ്ട് മദാരിജുൽ ഇസ്ലാഹ് സംഘം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നു. നിങ്ങൾ ആലോചിക്കണം, ഈ പറയുന്ന ആളുകൾ 175 കൊല്ലം മുമ്പ് സമസ്തയുണ്ടോ? പിന്നെ എങ്ങനെ സമസ്തക്ക് ഈ പള്ളിയുടെ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുമെന്നാണ് ചോദ്യം. ഈ സമസ്തക്കകത്ത് ഈ വിഭാഗീയതയുണ്ടായി, ഈ വിഘടതി വിഭാഗത്തെ മാറ്റി നിർത്തപ്പെടുന്നതിന് മുമ്പ്, അതിന്റെയും 4 വർഷം മുമ്പ് 1985 102-ാം നമ്പറായിട്ട് മലപ്പുറം സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ഓഫീസിൽ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ അനുസരിച്ചുകൊണ്ട് ആ 102-ാം നമ്പറായിട്ട് ഈ മദാരിജുൽ ഇസ്ലാഹ് സംഘം രജിസ്റ്റർ ചെയ്യുന്നത്. ആ രജിസ്റ്റർ ചെയ്യുന്ന ആ സൊസൈറ്റിയിൽ പറയുന്ന കാര്യം, അതിന്റെ ബൈലോയിൽ പറയുന്ന കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുലമ എന്തിന് ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് ചോദിക്കുന്നവർക്ക് വളരെ കൃത്യമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് എന്താണ് ഇതിൽ കാര്യം, നിങ്ങൾക്ക് സംഘടനക്ക് എന്താണ് ഇതിൽ കാര്യം, ഞങ്ങൾ നാട്ടുകാർ തമ്മിൽ തീരുമാനിച്ചു കൊള്ളട്ടെ എന്നൊക്കെ പറയുന്നവരുടെ ചോദ്യമാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് അകത്ത് വിഭാഗീയത ഉണ്ടാകുന്നതിന്റെയും 4 വർഷം മുമ്പ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കാലത്ത് 1985 ഈ പള്ളി പരിപാലനത്തിനു വേണ്ടിയും ആ മഹല്ലിലെ മറ്റു മദ്രസകളുടെ പരിപാലനത്തിനു വേണ്ടിയും അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിയമാവലിയിൽ പറയുന്നു. ആ നിയമാവലിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ആ മഹല്ലിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, മുസ്ലിങ്ങൾക്കിടയിൽ എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അതിൽ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ അഭിപ്രായം പരിഗണിക്കേണ്ടതാണ്. ഭരണഘടനയിൽ എഴുതി വെച്ചതാണ്. അവിടെ മദ്രസ തുടങ്ങുമ്പോ, ആ മഹല്ലിൽ മദ്രസ തുടങ്ങുമ്പോ അത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയാണ് തുടങ്ങേണ്ടത്. അതിന്റെ വകുപ്പ് 2 പറയുന്നു, സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ എതിരാളികൾക്ക്, അവരുടെ അനുഭാവികൾക്കോ ആ കമ്മിറ്റിയിൽ പ്രവേശനം പോലുമില്ല. നമ്മുടെ ഉസ്താദുമാരുടെ ഔദാര്യം കൊണ്ട് അതിന്റെ എതിരാളികളായിട്ട് പോലും, നിങ്ങൾ ആലോചിക്കണം, അതിന്റെ എതിരാളികളായിട്ട് പോലും കഴിഞ്ഞ 2013 വരെ ഇത് ഈ പ്രസ്ഥാനത്തിന്റെ ബദ്ധവൈരികളായ ശത്രുപക്ഷത്ത് നിൽക്കുന്ന, പരസ്യമായി സമസ്തക്കെതിരെ പ്രചാരണം നടത്തുന്ന ആളുകളായിട്ട് പോലും ആ നാടിന്റെ മസ്ലഹത്തിനു വേണ്ടി സംഘടന നോക്കാതെ ഈ സൊസൈറ്റി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതി അനുസരിച്ചുകൊണ്ട് എല്ലാ വിഭാഗവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റി സംവിധാനമാണ് അവിടെ കൊണ്ടുപോയത്. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള രീതിയാണ് ആ കമ്മിറ്റി ഇവരുടെ പിതാക്കന്മാരും എല്ലാ വിഭാഗത്തിന്റെ ആളുകളും എഴുതി വെച്ചത് എന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ എതിരാളികൾക്കോ അതിന്റെ അനുഭാവികൾക്കോ അതിന്റെ കമ്മിറ്റിയിൽ പ്രവേശനം കൊടുക്കാൻ പാടില്ലെന്ന് അതിന്റെ ബൈലോയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല വകുപ്പ് 3 പറയുന്നു, സമസ്തയുടെ തീരുമാനങ്ങൾക്കാവണം, സമസ്തയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നവരാവണം അതിന്റെ ജനറൽ ബോഡി അംഗങ്ങൾ.
ഈ വിഷയവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ മാത്രമല്ല, മഹല്ലിലെ ജനറൽ ബോഡി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ പോലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കപ്പെടുന്നവരായിരിക്കണം. ഇനി ഈ കമ്മിറ്റി ഏതെങ്കിലും കാരണത്താൽ ഏതെങ്കിലും കാലത്ത് അത് നടത്തിപ്പിനാളില്ലാത്തതിന്റെ പേരിലോ തർക്കം മൂലമോ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലോ ഈ കമ്മിറ്റി പിരിച്ചുവിടേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കമ്മിറ്റിയുടെ കടം കഴിച്ചു ബാക്കിയുള്ള മുഴുവൻ സ്വത്തുക്കളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഏൽപ്പിക്കേണ്ടതാണ്. ഇത് 1989 ശേഷം എഴുതി വെച്ചതല്ല, 1985 എഴുതി വെച്ചതാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും, അന്ന് നമ്മളൊക്കെ ഒന്നിച്ചായിരുന്നില്ലേ, പക്ഷെ ഇപ്പോഴെങ്ങനെ അത് സമസ്തയുടെ പേരിൽ പറയാൻ പറ്റുമെന്നാണ് ചോദ്യം. ചോദ്യം ന്യായമാണ്. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, 2004 ഓഗസ്റ്റ് 18 സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ ഞങ്ങൾ തമ്മിൽ കേസിലാണ് എന്നെങ്കിലും പറയാമായിരുന്നു, ഞങ്ങൾ തമ്മിലൊരു കേസുണ്ട് എന്നെങ്കിലും പറയാമായിരുന്നു. 2004 ഓഗസ്റ്റ് 18 അന്തിമമായി മഹാനായ ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലിസ്റ്റാണ് ഇവിടെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ചുകൊണ്ട് ജില്ലാ രജിസ്ട്രാർ സ്വീകരിക്കേണ്ടത് എന്ന് മഹത്തായ സുപ്രീം കോടതി അന്തിമ വിധി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏതാണെന്ന് പ്രത്യേകമായി പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഇത്രമേൽ നിയമവിധേയമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട അതിന്റെ ശത്രുക്കളെ മാറ്റി നിർത്തി, അതിന്റെ എതിരാളികളെ മാറ്റി നിർത്തി, എതിരാളികളുടെ അനുഭാവികളെ പോലും മാറ്റി നിർത്തി മാത്രം ജനറൽ ബോഡിയും വർക്കിംഗ് കമ്മിറ്റിയും ഒരുമിച്ച് കൂട്ടാവുന്നതും അങ്ങനെ കമ്മിറ്റി ഉണ്ടാവുന്നതുമായിട്ടുള്ള ഒരു നിയമാവലി ആ നാട്ടിൽ നിലവിലുള്ളപ്പോഴാണ് ആ നിയമാവലിയെ പോലും വേണ്ട വിധത്തിൽ പരിഗണിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമാവലിയൊക്കെ ഉണ്ടെങ്കിലും ഒരു നാടിന്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് പോകണമെന്ന താല്പര്യത്തിന്റെ പേരിൽ എല്ലാവരെയും ഒരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി ഉണ്ടാകുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങനൊരു നിയമാവലി 1985 രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇന്നും നിലനിൽക്കുന്ന, ഇന്നും മദാരിജുൽ ഇസ്ലാഹ് സംഘം എന്ന് ഇവർ തന്നെ വിശേഷിപ്പിക്കപ്പെടുന്ന ആ നിയമാവലിയുടെ അസ്തിത്വത്തെ ഇന്നുവരെ ഇവർ ചോദ്യം ചെയ്തിട്ടില്ല. ഒരുപാട് കേസ് കൊടുത്തു, പക്ഷേ ഈ നിയമാവലിയിലെ ഈ സമസ്തയുമായി ബന്ധപ്പെട്ട ഇന്നാലിന്റെ കാര്യങ്ങൾ മാറ്റം വരുത്തണമെന്ന് ഇന്നിവരെ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമാവലിയുടെ അസ്തിത്വത്തെ അവർ അംഗീകരിക്കുന്നു എന്ന് മാത്രം അവർക്ക് ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെയുള്ള പ്രശ്നം വഖഫ് ബോർഡിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ടും എന്താണ് ജനറൽ ബോഡി വിളിക്കാത്തത് എന്നതാണ്. ഈ നിയമാവലി അനുസരിച്ചുകൊണ്ട് സമയബന്ധിതമായി അവിടെ ജനറൽ ബോഡിയും കൂടിയിട്ടുണ്ട്, അവിടെ കമ്മിറ്റിയും തെരഞ്ഞെടുത്തിട്ടുണ്ട്, നിയമവിധേയമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ അവസ്ഥ അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ കൃത്യമായി ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിയമാവലി അംഗീകരിച്ചുകൊണ്ട് അവിടെ കാലങ്ങളായി നടന്നു വരുന്ന പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാത്തിലും സഹകരിച്ചുകൊണ്ട് ആ പള്ളി തുറന്നു പ്രവർത്തിക്കാനും ആ നാട്ടുകാർ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതി അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിനു വേണ്ടി നല്ല മനസ്സുള്ള മറുവിഭാഗത്തിൽപ്പെട്ട ആളുകൾ സഹകരിക്കാൻ തയ്യാറാവണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. ഇവിടെ ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഉത്തരവാദപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസാരങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പറയുന്നു, കാലങ്ങളായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട അതിന്റെ സ്ഥാപനങ്ങളിൽ, അതിന്റെ മദ്രസകളിൽ, അതിന്റെ പള്ളികളിൽ എന്ത് തർക്കമുണ്ടാകുമ്പോഴും ഒരു പൊതുവായ മാനദണ്ഡമാണ് സമസ്തയുടെ നേതാക്കന്മാർ വെക്കാറുള്ളത്. അവർ പറയാറുള്ളത് 3 കാര്യമാണ്. ഒന്നുകിൽ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് അതിന്റെ ഭരണഘടന പരിശോധിക്കാം, അതിന്റെ വഖഫ് ചെയ്യപ്പെട്ടതാണെങ്കിൽ വാക്കിഫിന്റെ ഉദ്ദേശം എന്താണെന്ന് പരിശോധിക്കാം, അതിന് ഡോക്യുമെന്റ് അനുസരിച്ചുകൊണ്ട് അതിന് രേഖകൾ പരിശോധിച്ചുകൊണ്ട് ആ രേഖ പ്രകാരം ആരാണ് അതിന്റെ പരിപാലനം നിർവഹിക്കപ്പെടേണ്ടത് അവർ നിർവഹിച്ചു കൊള്ളട്ടെ, ഞങ്ങൾക്ക് തടസ്സമില്ല എന്ന് സമസ്ത പറയുന്നു. രണ്ടാമതായി പറയുന്ന കാര്യം, ഇത് സംബന്ധിച്ച് ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, ജനങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. ആ തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷമാർക്കാണ് ആ ഭൂരിപക്ഷത്തിന് അതിന്റെ ഭരണം ഏറ്റെടുക്കണം. ആ തെരഞ്ഞെടുപ്പ് അനുസരിച്ചുകൊണ്ട് വിജയിക്കുന്ന ഭരണസമിതിക്ക് അത് പരിപാലിക്കാൻ അവസരം കൊടുക്കണം. അല്ല, മൂന്നാമത്തെ അവസ്ഥ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ കേസുണ്ടെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് കോടതി വിധി എന്താണോ ആ കോടതി വിധി നടപ്പിലാക്കാൻ ആവശ്യമായ സർക്കാരിന്റെയും പോലീസിന്റെയും സംരക്ഷണം ഉണ്ടാവണം. മുടിക്കോടുമായി ബന്ധപ്പെട്ട വിഷയത്തിലും നമുക്കതാണ് പറയാനുള്ളത്. അതിന്റെ രേഖകൾ നിങ്ങൾ പരിശോധിക്കണം. ആ രേഖ അനുസരിച്ചുകൊണ്ട് ആരാണത് പരിപാലിക്കേണ്ടത് എന്ന് രേഖയിൽ പറയുന്നുണ്ട്. ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നു, ആ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് ഭൂരിപക്ഷമുള്ളതെന്ന് വഖഫ് ബോർഡിന്റെ രേഖയിൽ പറയുന്നുണ്ട്. ഇവിടെ കോടതിയിൽ ഇവർ കേസ് കൊടുത്തു, ഈ കമ്മിറ്റിക്ക് യാതൊരു സാധുകരണവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അപ്പീൽ തള്ളി. കോടതി വിധി സമസ്തക്ക് അനുകൂലമായി.
കാര്യമാണ്. കോടവിധി നോക്കിയാലും തെരഞ്ഞെടുപ്പ് നോക്കിയാലും രേഖ നോക്കിയാലും സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഇന്ന് നിലവിലുള്ള ആ ഭരണസമിതിക്കാണ് മുടിക്കോട് ജുമുഅത്ത് പള്ളി ഭരിക്കാനുള്ള അവകാശം. ആ അവകാശം വിട്ടുകൊടുത്തുകൊണ്ട് ആ പള്ളിയും മദ്രസയും അവിടുത്തെ സംവിധാനങ്ങളും പകുത്തുകൊണ്ട് അടച്ചു പൂട്ടിയിട്ട് ഇവരുടെ ഏതെങ്കിലും ഇങ്ങനെ ഈ അർത്ഥത്തിൽ ഈ നരവേട്ട നടത്തുന്ന ആളുകൾക്ക് ആ പള്ളി മദ്രസകളും സ്ഥാപനങ്ങളും വിട്ടുകൊടുക്കാൻ ഒരിക്കലും മുടിക്കോടുത്ത നിവാസികൾ മാത്രമല്ല ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുലമയും അതിന്റെ പോഷക സംഘടനകളും ഈ സമരത്തോടുകൂടി ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. ഏത് വലിയവൻ വന്നാലും ഏത് ഭരണത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഹുങ്ക് പ്രകടിപ്പിച്ചാലും സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അതിന് പ്രതിരോധിക്കാൻ ഈ പ്രസ്ഥാനം മുന്നോട്ട് വരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ റാലി ഇത്രയും ഭംഗിയാക്കാൻ മുന്നോട്ട് വന്ന എന്റെ മുഴുവൻ സഹപ്രവർത്തകരെയും സഹോദരങ്ങളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ യോഗം നന്ദി പറഞ്ഞുകൊണ്ട് പിരിച്ചുവിടുകയാണ്. ഈ യോഗം എത്ര ഭംഗിയാക്കി തന്ന ഈ യോഗത്തിന് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, യോഗത്തിന് അധ്യക്ഷം വഹിച്ച ഒട്ടി ഉസ്താദ്, അതേപോലെ തന്നെ ജബ്ബാർ ഹാജി, സത്താർ സാഹിബ് തുടങ്ങിയ എല്ലാവർക്കും ഈ പരിപാടി വിജയിപ്പിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 3 സ്വലാത്തോടു കൂടി യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.